ഇന്നത്തെ അടുത്ത സെഷൻ നയിക്കുന്നത് ജോസ് തച്ചിൽ സാറാണ്. വിവാഹ ജീവിതത്തിൽ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സാമ്പത്തിക അടിത്തറ തന്നെയാണ്. അതെങ്ങനെ സെൽഫ് റെഗുലേഷനോട് കൂടി കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ജോസ് സാറ് നമുക്ക് ഈ സെഷനിലൂടെ നൽകുന്നത്. ജോസ് സാറിനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കൊച്ചി പോസിറ്റീവ് കമ്മ്യൂണിറ്റി അംഗങ്ങൾക്ക് സ്ഥിര പരിചിതനായ അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം പോസിറ്റീവ് കമ്മ്യൂണിറ്റി സ്റ്റേറ്റ് വൈസ് ചെയർമാനാണ്, കൊച്ചിയുടെ മുൻ ചെയർമാനാണ്. അതോടൊപ്പം തന്നെ മികച്ച ഒരു ട്രെയിനറാണ്, ഫാമിലി കൗൺസിലറാണ്, സ്പിരിച്വൽ ഹീലറാണ്. ഏറെ അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടെ കൊച്ചിയുടെ സ്വന്തം ജോസ് തച്ചിൽ സാറിനെ ആദരപൂർവ്വം ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യും. സ്മാർട്ട് ഫാമിലി ബഡ്ജറ്റിംഗ് ആണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെയർമാൻ കൊച്ചി ചാപ്റ്റർ പ്രഭാകരൻ സാറ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പി ഡി ജ്യോതി മാഡം, സ്റ്റേറ്റ് ഭാരവാഹികളെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒട്ടും സമയങ്ങളായിരുന്നില്ല. എന്ത് ക്യൂ ആണെന്ന സാറ് പറഞ്ഞ് ഞാൻ എടുക്കാൻ പോണത് എന്ന് പറഞ്ഞ് നിങ്ങളോട് ഉണ്ടോന്ന് അറിയാനാ. ഓക്കെ, എഫ് ക്യൂ ആണ് സാറ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ബഡ്ജറ്റിംഗ് സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതത്തിന് ആവശ്യമാണോ അല്ലയോ? ബി എസ് എസ് എന്നുള്ളവര് ബി എസ് എന്ന് മാത്രമേ ഇല്ലാന്നുള്ളവര് ബി എൻ എന്ന് എഴുതാം. ഒന്ന് ചാറ്റ് ചെയ്യാം. ഒരു ബഡ്ജറ്റിംഗ് സന്തോഷപ്രദമായ ജീവിതത്തിന് ആവശ്യമാണോ? പെട്ടെന്ന് ചാറ്റ് ചെയ്യാം കേട്ടോ, പെട്ടെന്ന് ചാറ്റ് ചെയ്യാം. യെസ് യെസ് എന്ന് എല്ലാവരും എഴുതുന്നു. മനഃശാസ്ത്രം, ഫാമിലി സൈക്കോളജി പഠിക്കുന്നതോടൊപ്പം തന്നെ വേണ്ട ഒന്നാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചിലർ നോ എഴുതിയിരുന്നല്ലോ. ഓക്കെ, യെസ് ഓർ നോ. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ രണ്ട് സംഭവം പറയാണ്. ഒരു ദിവസം എൻ്റെ ഒരു 75-76 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് വേണം, ഞാനും കൊണ്ട് വരുന്നുണ്ട് സാറേ എന്ന് പറയാണ്. അങ്ങനെ ഞാൻ നോക്കിയിരിക്കുമ്പോഴുണ്ട് നല്ല ഗംഭീരമായ സൗണ്ടാണ്, നല്ല രസമുള്ള സൗണ്ട് കേൾക്കാൻ. ഞാൻ നോക്കുമ്പോഴുണ്ട് എൻ്റെ സ്റ്റെയർ കേസ് കയറി വരുന്നത് അവിടെ പിടിച്ച് പിടിച്ച് വിഷമിച്ച് 76 വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരാണ് കയറി വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഭാര്യ അത്യാവശ്യം ഉള്ളൊക്കെ നല്ല ഇതാണ്, നല്ല ഇതായിട്ടുള്ള ഒരാളാണ്. പുള്ളിക്കാരത്തിയാണ് സംസാരിക്കുന്നത് മുഴുവൻ. പുള്ളിക്കാരത്തി പറയാണ്, കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് വന്ന് പുള്ളി നേഴ്സായിരുന്നു, പിന്നെ പിള്ളേർക്ക് വേണ്ടി രാജിവെച്ചു. ഇപ്പൊ പിള്ളേരൊക്കെ വിദേശത്തൊക്കെ ജോലി കിട്ടി പോയിരിക്കുകയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ സാമ്പത്തിക കാര്യങ്ങൾ ഇങ്ങനെ എന്നോട് മിണ്ടിയിട്ടില്ല. ഞാന് പിള്ളേരൊക്കെ പുറത്തു പോയി ഫ്രീ ആയി, ഇപ്പൊ ഞാനും പ്രായമായി ഒരു 60 കഴിഞ്ഞപ്പോ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി. ഇന്ന് വരെ ഞാൻ പ്രതികരിച്ചിട്ടില്ല. ഇപ്പൊ പുള്ളിക്കാരി കഴിഞ്ഞ ഒരു മാസം മുമ്പ് സാറെ അവിടെ ഒരു എസ്റ്റേറ്റ് ഒക്കെ മേടിച്ചിട്ട് എന്നോട് എവിടെയാന്ന് പോലും പറഞ്ഞില്ല, എത്ര രൂപയാന്ന് പോലും പറഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഏതോ കേസ് ഉണ്ടെന്ന് തോന്നണേ. ഈ അപ്പൊ ഇതൊക്കെ പുള്ളിയുടെ വർത്താനൊക്കെ കേട്ട് ഭർത്താവിനോട് ഇരിക്കുകയാണ്, ചേട്ടായിയോട് ഇരിക്കുകയാണ്. അപ്പൊ ചേട്ടായി വളരെ ശാന്തമായിട്ടാണ്. അത് ഒത്തു കിട്ടിയപ്പോ ഞാനൊക്കെ മേടിച്ചു, ഇവിടെ പറയാൻ പറ്റിയില്ല. ഇത് കണ്ട സാറേ എന്റെ കൈ എപ്പോഴും മാന്തി പൊട്ടിച്ചേക്കാണ്, ഉപദ്രവം തുടങ്ങിക്കഴിഞ്ഞു. 4ാമത്തെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എന്റെ അടുത്ത് വരണേ. ഇതൊരു സംഭവം. ഇവിടെ സംഭവം എന്താണ്? സാമ്പത്തിക കാര്യങ്ങള് പറയുന്നില്ല. 2ാമത്തെ ഒരു സംഭവം ഒരു ന്യൂജൻ ആണ്. ഇത് ഓൾഡ് ജെൻ ആണ്. ന്യൂജൻ നല്ല കേന്ദ്ര ഗവൺമെന്റ് ജോലി, 2 പേർക്ക് കേരളത്തിന് പുറത്താണ് താമസിക്കുന്നത്, വാടക വീട്. അപ്പൊ ഇവര് എന്ത് പറയുക വെച്ചാൽ ഭാര്യ റെന്റ് മാത്രം കൊടുക്കും, 20,000 അടുത്ത് റെന്റ് വരും. ബാക്കി കംപ്ലീറ്റ് ചെലവ് ഭർത്താവ് നടത്തുന്നത്. നല്ല പിള്ളേരാണ്, നല്ല ചെറുപ്പക്കാർ പിള്ളേർ. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഒരു കുട്ടിയൊക്കെ ജനിക്കുന്നു, സന്തോഷമായിട്ട് പോകുന്നു. ബാക്കി എല്ലാ ചെലവും ഈ പയ്യനാണ് നടത്തുന്നത്. അപ്പൊ കുട്ടിയുടെ ചെലവായി, ഒരു ജോലിക്കാരത്തി വേണ്ടി വന്നു. അത് വീട്ടിൽ പ്രസവം കഴിഞ്ഞ് തിരിച്ചു വന്ന് ജോലിക്കാരൻ ഇതും പുള്ളി കൊടുക്കണം. വീട്ടിൽ പണ്ട് പുള്ളിക്കാരൻ ഒരു ഇച്ചിരി പൈസ കൊടുത്തിരുന്നതാണ്. അപ്പൊ അമ്മ എന്നോട് പറയാണ്, എന്റെ മോനെ ഒന്നും പറയാനില്ല സാറേ, എന്റെ മോൻ ടെൻഷനും കൊണ്ട് നടക്കണേണ്, അവന് പൈസ തയ്യാറില്ല, അവളോട്ടാണ് ഈ വിട്ടു കൊടുക്കണമില്ല. എന്താന്ന് ചോദിക്കുമ്പോൾ പറയും, ഇവിടെ പെങ്കൊച്ചല്ലേ, ഞാൻ അവൾക്ക് വേണ്ടി വെച്ചേക്കാണെന്ന് പറയും. ഇന്ന് ഈ ഒരു പ്ലാനോ ഒരു ബഡ്ജറ്റിങ്ങോ ഒന്നുമില്ലാതെ ഒരാള് സ്ട്രെസ് ചെയ്യുന്നു. ഇവിടെ അടി കൂടുന്നില്ല, പക്ഷെ അവൻ മിണ്ടാതെ ഒതുങ്ങി കിടക്കുവാണ്. അപ്പൊ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ഒരു സംഭവം. അപ്പൊ ഒരു കുട്ടി ആയപ്പോഴേക്കും
നല്ല അടിച്ചു പൊളിച്ച് നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ വിവാഹജീവിതത്തിന്റെ ആദ്യ മുഹൂർത്തങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ സ്ട്രെസ്സിൽ കൂടെ പോകുന്ന അവസരങ്ങളിലേക്ക് കിടക്കുകയാണ്. ഈ രണ്ടിന്റെയും ബാക്ക്ഗ്രൗണ്ടിൽ സംഘർഷങ്ങൾ തുടരുകയാണ്. സർവേ പറയുകയാണ് 70% ആളുകളിലും കപ്പിൾസിലും ഡിസ്എഗ്രിമെന്റ് പലപ്പോഴും വരാറുണ്ട്. ഇങ്ങനെ ഡിസഗ്രിമെന്റ് വരുന്ന വെച്ചാൽ ഒത്തിരി പേരിൽ 58 പ്രാവശ്യം ഒരു വർഷത്തിൽ എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡിസഗ്രിമെന്റ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മൂവ്യാത്ത മാനേജിങ് മണി ഒന്ന് നീക്കി വെച്ചോട്ടെ. സൈഡിലൂടെ കാണാമോ? നിങ്ങൾക്ക് ഫുള്ള് കാണണ്ടോ? ആ, കാണണ്ടല്ലോ അല്ലേ? മാനേജ് കപ്പിൾ അബൌട്ട് മോർ ദാൻ ജസ്റ്റ് പേയിങ് ബിൽസ്. രണ്ടുപേരും ആരും ബില്ല് കൊടുക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് മാത്രം. ഇറ്റ് ഈസ് അബൌട്ട് പ്രൊട്ടക്ടിങ് യുവർ പീസ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മളുടെ ന്യൂ ജെന്റെ ഓൾഡ് ജെന്റെ ഒക്കെ ഒരു പ്രതീതികളാണ് ഇവിടെ കണ്ടത്. ഇത് നമ്മുടെ പ്രൊട്ടക്ട് യുവർ പീസ് ആൻഡ് പെർസ്യൂയിങ് യുവർ ഡ്രീംസ് ടുഗദർ. രണ്ടുപേരുടെ സ്വപ്നങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോയി അത് പൂവണിയിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ചെയ്യാൻ പോകുന്ന ബഡ്ജറ്റിംഗ്. സ്റ്റാർട്ട് വിത്ത് ട്രാൻസ്പെറൻസി. ഒത്തിരി പ്രശ്നങ്ങൾക്ക് കാരണം ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ആണ്. നമ്മുടെ വിൻസെന്റ് സാറും ഇന്നലെ ക്ലാസ് എടുത്ത ജോസഫ് സാറൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ലീഡ് വിത്ത് ഗ്രേസ്. സ്റ്റാർട്ട് വിത്ത് ട്രാൻസ്പെറൻസി, ലീഡ് വിത്ത് ഗ്രേസ് ആൻഡ് റിമെമ്പർ ഇറ്റ് ഈസ് നോട്ട് മൈ മണി. എൻ്റെ അല്ല, നിന്റെ അല്ല, ബട്ട് അവർ ഫ്യൂച്ചർ. പലപ്പോഴും ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിന് ജോലി ഉണ്ടാവണമെന്നില്ല. ഭാര്യ വീട്ടുജോലി അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിരിക്കും. ഭർത്താവിനേക്കാളും കൂടുതൽ ജോലി ചെയ്യുന്ന ആളാണ് ഭാര്യ. ശമ്പളം കിട്ടാത്ത ജോലിയാണെന്നുള്ളൂ. അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിവിടെ ഇപ്പൊ കണ്ടത്. അടുത്തതാണ് മറ്റൊരു കഥയിലൂടെ കടന്നു പോവാണ്. രാജു റീന ന്യൂജൻ ദമ്പതികളാണ്. രണ്ടുപേരും വിവാഹം കഴിഞ്ഞു. രണ്ടുപേരും രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഇതൊക്കെ ഇവിടെ പറഞ്ഞതാണ്. രാജു ആക്ച്വലി കൂട്ടുകാരുടെ കൂടെ കല്യാണത്തിന് മുമ്പ് വരെ എന്താണ് അടിച്ച് പൊളിച്ച് വൈകുന്നേരം ഡൈനിങ്ങും മന്തി അറിയാലോ ന്യൂജന്റെ ഏറ്റവും സാധനങ്ങളാണ്. എന്തുകൊണ്ടാണ് ചരണ്ടി എടുക്കുന്ന സ്ഥലത്ത് വരുന്നുണ്ടാ? അല്ല, ഇങ്ങനെ കട ചെന്നിട്ട് ചരണ്ടി എടുത്തിട്ട് മേടിക്കൂലേ? ഷവർമ്മ. ആ, എന്താ ഷവർമ്മ. ഷവർമ്മ. വേറൊന്നും എനിക്കറിയില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളും മന്തി ഗിന്തിയൊക്കെ തിന്നിങ്ങനെ പോകുന്ന ആളാണ്. റീന ആണെങ്കില് പുറത്തു പോയി ഭക്ഷണമൊക്കെ വലിയ അവർക്ക് ഇഷ്ടമല്ല. അവളിങ്ങനെ കുക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയാണ്. അപ്പൊ ഇപ്പുറത്ത് ഇവന്റെ വേറെ പ്രശ്നമുണ്ട് രാജുവിന്. എന്ത് പുതിയ ഗാഡ്ജറ്റ്സ്, പുതിയ ഇലക്ട്രോണിക് സാധനങ്ങളും ഇതൊക്കെ ഇങ്ങനെ ഒരു നോട്ടമില്ലാതെ ചാടി കയറി ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുന്ന ഒരു ആളാണ് പുള്ളിക്കാരന്. അപ്പൊ ഇങ്ങനെ പോയി ആദ്യത്തെ നല്ല എന്താണ് ഹണിമൂൺ സമയങ്ങളൊക്കെ അടിച്ച് പൊളിച്ചു പോയി 2-3 മാസം കഴിയുമ്പോഴാണ് നോക്കുമ്പോൾ ഫിനാൻഷ്യൽ ടൈറ്റ്. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കിട്ടാവുന്ന ലോണൊക്കെ എടുത്തു വെച്ചിട്ടാണ് പല ആൾക്കാരുടെയും ഒരു സ്വഭാവമാണ്. എന്താണ് ക്രെഡിറ്റ് കാർഡ് എത്രയാ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഓരോ കൺസെപ്റ്റ് നിങ്ങൾ കേട്ടുകൊണ്ട് പൊക്കോളണം, മനസ്സിലാക്കി പൊക്കോളണം. ക്രെഡിറ്റ് കാർഡിൽ പോയി 12-18% മേടിച്ച് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആവശ്യമുള്ളതൊക്കെ വെറുതെ മേടിച്ച് പരസ്യങ്ങളുടെ പിന്നാലെയും ഒക്കെ പോയി, അല്ലെങ്കിൽ കമ്പാരിസൺ അടുത്ത അവിടെ മേടിച്ചൊക്കെ പോയി പർച്ചേസ് ചെയ്ത് കടം വരുത്തി വെക്കുന്ന ഒരു രീതിയാണ്. ഇവരും ഈ പറഞ്ഞ ഓവർ പർച്ചേസിങ് ഉണ്ടായിരുന്നു. 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി? ഇവിടെ ഭയങ്കര ടൈറ്റ് വന്നു, വഴക്കായി. ഇത് വെറും 2-3 മന്ത്സിൽ തന്നെ വഴക്കായി. ഈ രാത്രി കിടക്കയിലെ സ്നേഹമൊക്കെ റീന ചിലര് പറയും, ഇവിടെ കൗൺസിലർ വരുമ്പോ രാത്രി ഭയങ്കര സ്നേഹം സാറേ, പകല് സ്നേഹമില്ല എന്ന് പറയും. അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ ഇവിടെ റീന നോ ബോർഡ് വെച്ചേക്കാണ്. നോ ബോർഡ് എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. അപ്പൊ ഇങ്ങനെ പോണൊരു ഭയങ്കര പ്രശ്നമായിട്ട് പോണ സമയത്താണ് ഈ റീന പോയിട്ട് റോസിലയുടെ ഒരു കൂട്ടുകാരത്തിയാണ്, ഇവിടേക്കായും 2-3 മാസം മുമ്പ് വാങ്ങിയത്. അവള് തമ്മിൽ കണ്ടുകഴിയുമ്പോഴേക്കും റോസിൽ ചോദിക്കുകയാണ്, എന്താണ് ഇതിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ ഒന്നും പറയണ്ട, എന്റെ റോസിലി ആകെ പ്രശ്നമാണെന്ന്. ആദ്യമൊക്കെ അടിച്ചു പൊളിച്ചു പോയി, ഇതിങ്ങനെ പോയി മുമ്പോട്ട് പോകുമ്പോഴല്ലേ സംഗതി ആകെ പ്രശ്നമാണ്, സാമ്പത്തിക ഞെരുക്കാണ്, ഒന്നും തുറന്നു പറയുന്നില്ല, ട്രാൻസ്പെറൻസി, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, ഓവർ സ്പെൻഡിങ്. അപ്പൊ ഇവിടെ നമ്മൾ പറയും, ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ് ഈ ഒരു ടൈറ്റിലാണ് സ്പെൻഡർ, സേവർ, റിസ്ക് ടേക്കർ, ട്രാൻസ്പെറന്റ്. ഇങ്ങനെ 3-4 കാറ്റഗറിയാണ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇവിടെ ആരായിരിക്കും സ്പെൻഡർ ഈ കഥയില്? സ്പെൻഡർ ആരാണ്? രാജു. രാജു.
സേവർ ആരാ? റീന. 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 നേരത്തെ പറഞ്ഞാൽ റിസ്ക് ടേക്കർ ആരായിരിക്കും? നേരത്തെ പറഞ്ഞ കഥകളോട് കൂട്ടിച്ചേർക്കാം. 2-3 അനുഭവം പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടില്ല. അപ്പൊ ഭാര്യ വരാതെ പറയുമ്പോ ഒരു വാക്ക് പറയുന്നുണ്ടല്ലോ, ചാടിപ്പോയി എസ്റ്റേറ്റ് മേടിച്ചതൊക്കെ പറയല്ലേ. ഒരു ചേട്ടായി വന്നില്ലേ, ചേട്ടായിയാണ് റിസ്ക് ടേക്കർ. ട്രാൻസ്പെറന്റ്, കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു കഥ ഇവിടെ പറഞ്ഞിട്ടില്ല ഒരാളുടെ. ഞാൻ അത്ര സമയം കളയണമെന്ന് ഓർത്ത, ലേറ്റായി. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ റോസി പറയാണ്, എടി എനിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായി, പക്ഷെ ഞാൻ നോബോർഡൊന്നും വെക്കേണ്ടി വന്നില്ല, വളരെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായുള്ളൂ. ഞാനിങ്ങനെ അതിനിടയ്ക്ക് ഗൂഗിളൊക്കെ തപ്പി, അപ്പോഴാണ് സംഗതികൾ മനസ്സിലായത്. ഈ മനപ്പൊരുത്തത്തിനൊപ്പം എന്ത് പൊരുത്തം കൂടി വേണം? ആർക്കെങ്കിലും പറയാമോ? സാമ്പത്തിക പൊരുത്തം. അല്ല, അല്ല. സാമ്പത്തിക പൊരുത്തം. കറക്റ്റ്. ഞാൻ ദാമ്പത്യം നേട്ട മനപ്പൊരുത്തത്തിനൊപ്പം ഈ മനപ്പൊരുത്തത്തിനൊപ്പം പണപ്പൊരുത്തം അല്ലെങ്കിൽ സാമ്പത്തിക പൊരുത്തം എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, കേട്ടാ അങ്ങനെ ആയിരിക്കും. ദാമ്പത്യ പൊരുത്തം അല്ല, സാമ്പത്തിക പൊരുത്തം. പണപ്പൊരുത്തം കൂടി വേണോടി. അപ്പൊ പുള്ളിക്കാരത്തി പറയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ബഡ്ജറ്റിനെ കുറിച്ചും ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചും മനസ്സിലായപ്പോഴാണ് എനിക്ക് നേരത്തെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇവിടെ അതിനിടയ്ക്ക് ഈ കപ്പിൾസിന് കൊടുക്കാനുള്ള ഒരു ഓപ്പണിംഗ് ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. സമയക്കുറവുകൊണ്ട് ഇച്ചിരി വേഗത്തിൽ പോകുന്നുള്ളൂ. നിങ്ങൾക്ക് അവിടെ കഥ അടക്കി വെച്ച് നിർത്തുവാട്ടോ, അതിനിടയ്ക്ക് വരുവാണ്. ഹൗ ഡു യു കറന്റ്ലി മാനേജ് യുവർ ഫൈനാൻസസ് ആൻഡ് വാട്ട് ചേഞ്ചസ് ഡു യു തിങ്ക് യു വിൽ നീഡ് ടു മേക്ക് ആഫ്റ്റർ മാരേജ്? നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്നവരല്ല. മാരേജിന്റെ ഇല്ല, മേക്ക് ആഫ്റ്റർ മാരേജ് പറയാൻ. നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ആർക്കാണ്? പ്രീ മാരേജ് ആണ്, അതിന്റെ ക്വസ്റ്റ്യൻ ആണത്. രണ്ടാമത്, വാട്ട് ആർ സം ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് ഓർ വാല്യൂസ് ദാറ്റ് യു ലേൺ ഫ്രം യുവർ പാരന്റ്സ് ഓർ അപ്ബ്രിംഗിങ് ആൻഡ് ഹൗ ഡു യു തിങ്ക് ദേ വിൽ ഇമ്പാക്ട് യുവർ മാരേജ്? അത് കൃത്യമായിട്ട് വിൻസി സാറ് നേരത്തെ പറഞ്ഞോളൂ. കുറെ ഹാബിറ്റ്സും വാല്യൂസും അവിടെ നിന്ന് കടന്നു വരും. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ പാരന്റ്സിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കണെന്ന് വെച്ചാൽ, എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. അമ്മ പറഞ്ഞിട്ടുണ്ട്, വളരെ സത്യസന്ധമായിരിക്കണം, അർഹിക്കാത്ത എടുക്കരുത്, അങ്ങനെ മണി വാല്യൂ ഭയങ്കരം. ഈ ബൈബിളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, എന്താണ്, ധനവാൻ ഒറ്റ സൂചിക്കൂടെ കടന്നു പോകാത്ത പോലെയാണ് ധനവാൻ കടന്നു പോകില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഈ പണത്തെ ഇങ്ങനെ ഒരു റോങ് ബിലീഫ് സിസ്റ്റത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു വശത്ത് നല്ല മൂല്യങ്ങളുണ്ട്, എന്നാലും പണത്തോട് ഭയങ്കരമായ ഒരു ഇങ്ങനെ ലാപ്ടോപ്പ് നീ നോക്കണ്ടേ? നോ അല്ല, ഷട്ട് ഡൗൺ ചെയ്യാനാ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്താണ് ഈ വാല്യൂസും ഹാബിറ്റ്സും ഒക്കെ കുറെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ 2 ചെറുപ്പക്കാരില് കുറെ നാളായിട്ട് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അവർ പോയ കുറെ ഹാബിറ്റ്സ് ഉണ്ട്. എന്നും വൈകുന്നേരം, കാരണം വീടിന് കുറച്ച് ദൂരെ ആയിരിക്കുമല്ലോ ജോലിയാണ്, വൈകുന്നേരം പോയി ഇഷ്ടം പോലെ ഓവർ സ്പെൻഡ് ചെയ്യുക. നമ്മുടെ എന്താണ് IT-യിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളുടെയാണ്, വീടുകളിൽ നിന്ന് ചെറിയ ജോലി ഉള്ളവരുടെ കാര്യമല്ല പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഭയങ്കര ഓവർ സ്പെൻഡിങ്ങും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടേക്ക് ഈ വാല്യൂസും ഹാബിറ്റ്സും അതിനകത്തൊരു കാര്യം ഉണ്ടെങ്കിലും ചില സമയത്ത് അത് മാറിപ്പോകും. അപ്പൊ അതിനകത്ത് ആ വാല്യൂസ് എങ്ങനെയാണ് നമ്മുടെ മാരേജിൽ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ, ഓൺ എ സ്കെയിൽ 1 to 10, ഹൗ കംഫർട്ടബിൾ ഡു യു ഫീൽ ഡിസ്കസിങ് ഫിനാൻസ് വിത്ത് യുവർ പാർട്ട്ണർ ആൻഡ് വാട്ട് ഡു യു ഹോപ്പ് ടു ലേൺ ഫ്രം ദിസ് ക്ലാസ് എന്നൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. ഇപ്പൊ ഇവിടെ 1 to 10 സ്കെയിലിൽ ഓരോരുത്തർ പറയും. അപ്പൊ നിങ്ങൾക്കൊന്ന് എഴുതി നോക്കിയാൽ അറിയാലോ, നിങ്ങൾ എങ്ങനെയാണ് ഫിനാൻസ് ഡിസ്കസ് ചെയ്തത്. 1 to 10 സ്കെയിലിൽ നിങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധത്തില് നിങ്ങൾ എത്ര സ്കെയിലാണ് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്? ഒന്ന് പെട്ടെന്ന് ചാറ്റ് ചെയ്യാമോ? ആരും ചാറ്റ് ചെയ്തില്ല? ഉണ്ടോ? ചാറ്റ് ചെയ്തിട്ടുണ്ടോ? അതായത് 1 to 10 സ്കെയിലില് ഹസ്ബൻഡ് വൈഫ് എത്ര മാത്രം? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. 10 ആണ് സാർ ഇഷ്ടം. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടേ ചെയ്യാം. എല്ലാവരും 10 കളിച്ചാണ്, അത് കാണുന്നില്ലൊന്നും. ചാറ്റ് ബോക്സിൽ ഇട്ടില്ല, ഞാന് ലാപ്പിലാണ്. 9. ഓക്കെ, സമയം കളയുന്നില്ല. അപ്പൊ അടുത്തേക്ക് കിടക്കാണ്. അപ്പൊ അങ്ങനെ വീണ്ടും രാജുവിലേക്ക് വരുവാണ്. അപ്പൊ റോസിൽ പറയാണ്, ഞങ്ങൾ ഇങ്ങനെ ഈ ബഡ്ജറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് പറഞ്ഞ്, നമ്മുടെ ഫ്യൂച്ചർ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ് ബിൽഡിങ് അവർ ഫ്യൂച്ചർ ടുഗദർ. അതാണ് എനിക്ക് ഏറ്റവും എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം. ഇവിടെ നമ്മൾ തല്ലി പിടിച്ച് സമയം കളയാനില്ല. ഞങ്ങൾ രണ്ടുപേരും അത് മനസ്സിലാക്കി. ഞാനത്
കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഭർത്താവിനോട് സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റി. ഒത്തിരി ഗുണങ്ങളുണ്ട്. എന്താണ് റീന എന്ന് പറഞ്ഞുകൊണ്ട് അവള് ഓരോന്ന് പറയുവാണ്. അതിന് നല്ലൊരു ഫിനാൻഷ്യൽ ക്ലാരിറ്റിയും സെക്യൂരിറ്റിയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻകത്തിന് എക്സ്പെൻസിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഫ്യൂച്ചർ ഗോൾസ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിനുവേണ്ടി ഉണ്ടാക്കാൻ പറ്റി. അതുപോലെ തന്നെ ഈ 6 മാസം ഞങ്ങൾ ചെയ്തുള്ളൂ. അപ്പൊ തന്നെ ഒരു എമർജൻസി ഫണ്ട് ഞങ്ങൾക്ക് 60,000 രൂപ ഉണ്ടാക്കാൻ പറ്റിയിട്ട് കുറെ വേണ്ടാത്തൊക്കെ ഞങ്ങള് അവയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ചെലവുകളും വരവുകളും ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പെട്ടെന്ന് ആദ്യം വേണ്ടത് ഒരു എമർജൻസി ഫണ്ടാന്ന് മനസ്സിലായി. ആ TCIയിലോ ടി സി സിയിലൊക്കെ 1 ലക്ഷം പേരുടെ തൊഴിലൊക്കെ പോയി. അങ്ങനെ കുറെ പേരുടെയൊക്കെ ജോലി പോവുകയാണ്. ഇന്ന് പോയി കഴിഞ്ഞാൽ 2 പേര് ആപ്പിലാവില്ലടി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ബഡ്ജറ്റ് ചെയ്ത് പോവാണ്. അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം. മറ്റേത് ഇച്ചിരി പൈസ ഒട്ടും കാര്യമില്ല, എല്ലാം അടിച്ചു പൊളിച്ച് തീർത്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ആവശ്യമൊന്നും, ഒരു ആശുപത്രി കേസ് തന്നെ കാശ് 10 പൈസ കയ്യിലില്ല, ഒരു എന്തെങ്കിലും മേടിക്കണമെന്ന് തോന്നുമ്പോൾ പൈസ ഇല്ല. ഇതിപ്പോ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, സ്ട്രെസ് ഫ്രീ ആണ്, കൺട്രോൾ അൺനെസറി എക്സ്പെൻസ്. ഞങ്ങൾ ആദ്യം ചെയ്തതാണ്, ബഡ്ജറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ സാധിച്ചെന്താണ് അൺനെസറി എക്സ്പെൻസുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റി. ഇവിടെ ഈ വിശേഷങ്ങളൊക്കെ പറയണം. ഇംപ്രൂവ് ട്രാൻസ്പെറൻസി ആൻഡ് മ്യൂച്വൽ ട്രസ്റ്റ്. ഞങ്ങള് 6 മാസം മുമ്പുള്ള ആ ആൾക്കാരല്ല. ഞങ്ങൾ ആ ഒരു ചെറിയ വഴക്കിലൊക്കെ തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ഞങ്ങൾ തമ്മിൽ മ്യൂച്വലി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി, ബഡ്ജറ്റ് ചെയ്യാൻ തുടങ്ങി, കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞങ്ങളുടെ പരസ്പരമുള്ള ട്രാൻസ്പെറൻസി ആണ്, ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഇതെല്ലാം തുറന്നു പറയാനും കംപ്ലീറ്റ് ഒരു മ്യൂച്വൽ ട്രസ്റ്റിലേക്ക് ഇപ്പൊ ഞങ്ങൾ ഭയങ്കര കൂടുതൽ അടുപ്പം ഉണ്ടാവാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റോസിന് പറഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും റോസിന് പറയുവാണ്, ഇവിടെ പറയാണ്, അതിന്റെ ഒരു സമ്മറിയാണ്. കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി അബൌട്ട് യുവർ ഫിനാൻഷ്യൽ ഗോൾസ്, അണ്ടർസ്റ്റാൻഡ് സ്പെൻഡിങ് ഹാബിറ്റ്സ്. നേരത്തെ പറഞ്ഞു സ്പെൻഡർ ആയിരിക്കും, സേവർ ആയിരിക്കും. ഇപ്പൊ സ്പെൻഡർ ആണെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, ഒന്ന് ട്രാൻസ്പെറന്റ് ആവാൻ പറ്റുന്നു. റിസ്ക് ടേക്കർ ആണെങ്കിലും ചാടിക്കയറി പോവാതെ ഇപ്പൊ ഇവനൊക്കെ ചെയ്തിരുന്നത് എന്താണ്, അത്യാവശ്യവും ആവശ്യവും ആർഭാടവും അനാവശ്യവും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായില്ല. അത്യാവശ്യവും ആവശ്യവും ആർഭാടം അനാവശ്യവും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മൈൻഡ്ഫുൾ ഷോപ്പിംഗ് എന്ന് പറയും. ഒരു സാധനം ചാടി കയറി, അവർ ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ ചാടി കയറി മേടിക്കും. അവിടെ പറയുന്ന 48 hour റൂൾ ഫോർ മേജർ പർച്ചേസ്. 48 മണിക്കൂർ ഒരു റൂൾ ഉണ്ട്. നമ്മൾ ഓടിച്ചെന്ന് പർച്ചേസ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഒരു 48 hours വെയിറ്റ് ചെയ്തിട്ട് ഈ സാധനം എനിക്ക് ആവശ്യമുണ്ടോ, ഇത് അത്യാവശ്യമാണോ, ഇത് അനാവശ്യമാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം മെയിൻ പർച്ചേസ്. കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം. മൈൻഡ്ഫുൾ ഷോപ്പിംഗ് ആയിരിക്കണം. 48 hour റൂൾ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വീണ്ടും അവർ മുമ്പോട്ട് പോവാണ്. എ ബാലൻസ്ഡ് ബഡ്ജറ്റ് ആൻഡ് വർക്ക് ഫോർ ബോത്ത് ഓഫ് ദ രണ്ട് പാർട്ട്നേഴ്സും ഒരുമിച്ച് ചേർന്നുണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കണം. ഇപ്പൊ വീണ്ടും അവരെ ആ ബഡ്ജറ്റ് അവർ ഡിസൈൻ ചെയ്യുവാണ്. അപ്പൊ പുള്ളിക്കാരത്തി പറയാണ്, ഞങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങളുടെ പ്രസന്റ് ഇൻകം. നമ്മുടെ റോസിൽ വീണ്ടും ആരോടാ പറഞ്ഞോണ്ടിരിക്കുന്നത്? റോസിൽ ഇപ്പൊ ആരോടാ പറഞ്ഞോണ്ടിരിക്കുന്നത്? ആരും ഇല്ല ഇവിടെ. റീനോടാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ അവള് പറയാണ്, റീനോട് പറഞ്ഞോണ്ടിരിക്കുകയാണ്, എടി ഞങ്ങൾ ചെയ്തത് എന്നാന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ ഗാദർ ഇൻഫർമേഷൻ, അത് പ്രസന്റ് ഇൻകം സോഴ്സ് ഓഫ് പാർട്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും ഇൻകം എത്രയുണ്ട്, സാലറി. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ സാലറി ഉണ്ട്, ഇച്ചിരി ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, നേരത്തെ ഞങ്ങള് കല്യാണത്തിന് മുമ്പൊക്കെ കൂട്ടി വെച്ച് പൈസയിൽ നിന്നൊക്കെ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഗാദർ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് പ്രസന്റ് നെറ്റ്വർത്ത് ആൻഡ് ഡെറ്റ്സ്. അത് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം കല്യാണ സമയത്ത് പറഞ്ഞ് 10 സെന്റ് അവിടെ കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞു, ഇച്ചിരി സ്വർണ്ണം കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഇച്ചിരി പൈസ ഉണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, അത് 10 സെന്റ് സ്ഥലമുണ്ട്. അതുപോലെ പുള്ളിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓപ്പൺ ആയിട്ട് തുറന്ന പുസ്തകം പോലെ തുറന്ന് പറയുവാണ്. അപ്പോഴാണ് മനസ്സിലാക്കിയത്, പുള്ളിക്കാരന്റെ ഒരു സ്റ്റുഡൻസ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, പഠനത്തിന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ പൈസ അടയ്ക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും എനിക്ക് അറിയാൻ വേണ്ടായില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ എനിക്കും ഇതായി, കാരണം പൈസ ഏതിലെ കൂടുന്ന അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ വന്നിരുന്നത്. അപ്പൊ അത് ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് സാധിക്കുകയാണ്. പ്രസന്റ് നെറ്റ്വർത്തും ഡെറ്റ്സും രണ്ടുപേരും ഒരുമിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു നോട്ട് ബുക്കിലോ അലിപ്പൊക്കെ ഗാഡ്ജറ്റിലാണല്ലോ ഒക്കെ എഴുതി നോട്ട് ചെയ്ത് ഒരുമിച്ച് രണ്ടുപേരും ഇപ്പൊ യു അല്ല വി, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചാണ്. അപ്പൊ നമ്മുടെ നെറ്റ്വർത്താണ് ഇനി രണ്ടുപേരുടെ ഒരുമിച്ചുള്ള നെറ്റ്വർത്താണെന്നൊരു ബോധം വരുമ്പോൾ ട്രസ്റ്റ് കൂടും, കുറെ കൂടിയും നമ്മൾ അടുപ്പം കൂടുവാണ്. നമ്മൾ ഇങ്ങനെയാണ് തുറന്നു പറയുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. നോട്ട് ഡൗൺ ഫാമിലി എക്സ്പെൻസസ്. ഇപ്പൊ നമുക്ക് സാധാരണ വരുന്ന ഫാമിലി എക്സ്പെൻസിനൊക്കെ ഒന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയാണ്, എഴുതി വെക്കുവാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുവാണ്. നോട്ട് ഡൗൺ ഓൾറെഡി
ഓർഡിനറി ഫാമിലി എക്സ്പെൻസസ് ഒക്കെ. ഐഡന്റിഫൈ ഫിനാൻഷ്യൽ ഗോൾസ് ആൻഡ് പ്രയോറിറ്റീസ്. രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന്, രണ്ടുപേർക്കും സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങളെ ഒന്ന് ഒരുമിച്ച് ചേർക്കാനായിട്ട് ഒരാളുടെ വേറൊരു സ്വപ്നോട് വേറൊരു സ്വപ്നമാണെങ്കിൽ പിന്നെ രണ്ടിന് പാരലായിട്ട് പോകും, അവിടെ കൂട്ടിമുട്ടൂല. ഇപ്പൊ പലപ്പോഴും നമ്മുടെ ഗോൾസ് ആൻഡ് പ്രയോറിറ്റീസിനെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഇത് ചർച്ച ചെയ്ത് ഒരു കോമൺ ഗോളിലേക്ക് എത്തിക്കുവാണ്. ഫാമിലിക്ക് ഉതകുന്ന, ഫാമിലിക്ക് വേണ്ട തരത്തില്, അതുപോലെ തന്നെ ഒരു എമർജൻസി ഫണ്ട് വേണ്ട തരത്തില്, ഫ്യൂച്ചറിൽ നമ്മുടെ ഫിനാൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഗോളുകൾ പ്രയോറിറ്റൈസ് ചെയ്യാണ്. അങ്ങനെ ഈ റോസി പറഞ്ഞു കഴിഞ്ഞപ്പോഴൊക്കെയാണ് ഈ പുള്ളിക്കാരത്തിക്ക് ഒരു ഐഡിയ കിട്ടി. ഇത്രയും ഗുണങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ വേഗം അന്ന് വൈകുന്നേരം ഇവിടെ ആരാണ്, റീന വീട്ടിൽ ചെന്ന് രാജുവിന് വേഗം നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ല, ഇന്ന് നമുക്ക് പുറത്തു പോയി കഴിക്കാട്ടോ എന്ന് റീന അങ്ങോട്ട് രാജുവിനോട് പറയാണ്. അപ്പൊ രാജു എന്താ വിട്ടു, ഇത്ര നാളും ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കാത്ത ഒരാൾ എന്ത് പറ്റി, വേഗം പോയി മന്തിയൊക്കെ മേടിച്ചു കൊടുത്ത് രാത്രി നോബോർഡൊക്കെ മാറ്റി പിറ്റേ ദിവസം നല്ലൊരു മൂഡിൽ പുള്ളിക്കാരത്തി ഈ കാര്യങ്ങളൊക്കെ പുള്ളിയായിട്ട് ഷെയർ ചെയ്യാണ്. നമ്മൾ എന്തിനൊക്കെ തല്ലി പിടിച്ച് വഴക്കിട്ട് പോണത്, നമുക്കൊന്ന് ഒരു ബഡ്ജറ്റ് ഇതുണ്ടാക്കി നമ്മുടെ രണ്ടുപേരുടെ ചരിത്രമൊക്കെ എഴുതി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ എങ്ങനെയാണ് ഏതൊക്കെ പൊസിഷൻ. അപ്പോഴാണ് പുള്ളിക്കാരനെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡ് ലോണ് ഒന്നും കുറച്ച് അതൊക്കെ സാരില്ല പോട്ടെ, നമുക്ക് ഇനി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം എന്ന് പ്ലാൻ ചെയ്ത് ഒരു ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കി 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും റോസിലിനെ കണ്ട് പറയുവാണ്, റോസി ഞങ്ങൾ 30,000 രൂപ സേവ് ചെയ്തിട്ടോ, ഞങ്ങളതിൽ 10 പൈസ ഇല്ലായിരുന്നതാണ്, ഒരു എമർജൻസി ഫണ്ട് ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി 30,000 ആയി, എന്തായാലും ഞങ്ങൾ ഒത്തിരി മാറ്റം വന്നു, ഇപ്പൊ ഞങ്ങൾ ഹാപ്പിയാണ്. പുള്ളിക്കാരനെ അന്വേഷിച്ചു, ഞാനിക്കും ആ ദേഷ്യമൊക്കെ മാറി കിട്ടി, ആ കുടുംബത്തിലൊരു ഭയങ്കര മാറ്റമാണ് വന്നത്. ഇവിടെ കാറ്റഗറൈസ് എക്സ്പെൻസസ് എന്ന് പറയും. എസെൻഷ്യൽ എക്സ്പെൻസസ് ഹൗസിങ്, ഫുഡ്, യൂട്ടിലിറ്റീസ്. നോൺ എസെൻഷ്യൽ എക്സ്പെൻസസ് എന്റർടൈൻമെന്റ്, ഹോബീസ് മാറ്റി വയ്ക്കാവുന്നത്. സേവിങ്, നേരത്തെ പറഞ്ഞ എമർജൻസി ഫണ്ട്, റിട്ടയർമെന്റ്, SIPs അങ്ങനെയൊക്കെ. ഡെപ്റ്റ്, ലോണും ഇപ്പൊ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് ലോണുകളൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് റോസിൽ പറയണത്, നിങ്ങൾ ഇതിന് ക്രെഡിറ്റ് കാർഡിന്റെ കൊടുത്ത് 18%, 16% ലോൺ എടുത്തത്, ഞങ്ങൾ ഇന്നാളൊരു ആവശ്യം വന്നപ്പോ ഗോൾഡ് കൊണ്ടുപോയി വെച്ചിട്ട് അഗ്രികൾച്ചർ ലോൺ എടുത്തു, വെറും 4% ആയോളൂ കേട്ടോടി, ഭയങ്കര ലാഭമാട്ടോ അത് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ എത്ര പെർസെന്റായി? അപ്പൊ എന്റെ ചേട്ടായി എന്താണെന്ന് വെച്ചാല് വീട്ടില് പുള്ളിക്കാരൻ അഗ്രികൾച്ചർ ലോൺ 4% വെച്ചിട്ട് ഇവിടെ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് കൊണ്ടുപോയിട്ട് 8% വെച്ച് ഇരട്ടി ക്യാഷ് പുള്ളിക്കാരന് ഇൻട്രസ്റ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുവാണ്. നിങ്ങൾ കൺസെപ്റ്റ്സ് മനസ്സിലാക്കണോട്ട് പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ കൺസെപ്റ്റ്സ് പോകുന്നുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ക്രെഡിറ്റ് കാർഡ് ലോണുകൾ ഓടിച്ചു നിൽക്കുമ്പോഴും നേരെ പോയി ഗോൾഡ് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇനി അഗ്രികൾച്ചർ ലോൺ അല്ലെങ്കിൽ തന്നെ 6% ഒക്കെ ഉള്ളൂ. ഭയങ്കര ഡിഫറൻസ് ആണുള്ളത്. അപ്പൊ ഇവിടെ ഏതൊക്കെ കാറ്റഗറൈസ് എന്ന് മനസ്സിലായല്ലോ അല്ലേ? എസെൻഷ്യല്, നോൺ എസെൻഷ്യല്. വീണ്ടും മുമ്പോട്ട് പോകുന്നു. സെറ്റ് എ ഫിനാൻഷ്യൽ ഗോൾ. ഇവിടെ അവര് റോസിൽ പറഞ്ഞു കൊടുക്കണ്ടായി, ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടാക്കാൻ പറയണ്ടായിരുന്നു. ഷോർട്ട് ടൈം, മിഡ് ടൈം, ലോങ് ടൈം. നമ്മുടെ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഷോർട്ട് ടൈം ഗോൾസ് ലെസ് ദാൻ 1 ഇയർ. എന്തായിരിക്കും ഷോർട്ട് ടൈം ഗോൾസ് എന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ 1 വർഷത്തിനിടയ്ക്കുള്ള ഒരു ഷോർട്ട് ടൈം ഗോൾസ് എന്തൊക്കെയായിരിക്കും? എല്ലാവരും ചോറിന് പോയാ? ചാറ്റ് ചെയ്യാം. എന്തായിരിക്കും ഷോർട്ട് ടൈം ഗോൾസ് ലെസ് ദാൻ 1 ഇയർ? ഹണിമൂൺ ട്രിപ്പ്. അടിപൊളി. ഒരു ട്രിപ്പിന് പൈസ ഉണ്ടാക്കണം. അപ്പൊ 5-6 മാസം പൈസ കൂട്ടി വെച്ചാലേ ഒറ്റയടിക്ക് കാശ് ഉണ്ടാവില്ലല്ലോ. അത് അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ശമ്പളം, ഇപ്പൊ ഒരു കമ്പനിയിൽ ജോലി ഉള്ളവരാണെങ്കിൽ കുറച്ചുണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് ചിലപ്പോൾ മൂന്നാറൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇച്ചിരി കൂടിയുള്ളവർക്ക് നാഷണൽ ടൂർ ആവും. കുറച്ചുകൂടി കാശ് 2 ലക്ഷം ശമ്പളം ഉള്ളവർക്ക് അവിടെ പോവാം. കൊച്ചി വേണോ സിംഗപ്പൂർ വേണോ എന്നുള്ളത് കാശ് അനുസരിച്ചിരിക്കും. അവരുടെ കാശിനനുസരിച്ച്. ഈ ബഡ്ജറ്റ് എല്ലാം അങ്ങനെയാട്ടോ. അവരുടെ കാശ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കോമൺ ബേസ് പറയുന്നത്. നമ്മുടെ വാട്ടർ മെട്രോയൊക്കെ മതിയല്ലോ. ചെറുതാണെങ്കിൽ അങ്ങനെ മതി, ചെറിയ കാര്യങ്ങൾ മതി. ഷോർട്ട് ടൈം കോഴ്സ് ഒരാള്. പിന്നെയാണ് മിഡ് ടൈം കോഴ്സിലേക്ക് കിടക്കാണ്. 1 to 5 ഇയർ എന്തായിരിക്കും എന്ന് പറയാമോ? 1 to 5 ഇയറില് ഒരു വീടുണ്ടാക്കുക, വീട് വെക്കാം. വീട് വെക്കണം. അതിന് മുമ്പ് ഒരു സാധനമുണ്ട്. അപ്പൊ കുട്ടികളുണ്ടാവുക. 1 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് എന്ന് പറയണ്ട. എന്ത് സാധന? കുട്ടി കുട്ടി ഉണ്ടാവണം. ആ കൊച്ചു ജനിക്കുമ്പോ അതിന് എന്താണ് കുറച്ച് പൈസ വേണം, അതിന്റെ ചെലവൊക്കെ നോക്കണം.
അതുകൂടാതെ തന്നെ അതിനെ അപ്പോഴേക്കും 3-4 കഴിയുമ്പോൾ അതിനെ നഴ്സറിയിൽ ആക്കണമെങ്കിൽ 2 ലക്ഷം 1 ലക്ഷം ഇപ്പോഴത്തെ ചാർജ്. അപ്പൊ അതിന് പൈസ ഉണ്ടാക്കണം. ആ ചെറിയൊരു മിഡ് ടൈം ഗോൾസ്. അതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ വാടക വീട്ടിലാണ് താമസിക്കണേ, ഒരു വീട് വേണമെങ്കിൽ അവിടെ ഒരു ഓടിച്ചെന്ന് ഹൗസ് ലോൺ എടുക്കാൻ പറ്റില്ല. എത്ര പെർസെന്റ് കൊടുക്കണമെന്ന് അറിയാമോ? ഹൗസ് ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ എത്ര പെർസെന്റ് കൊടുക്കണം ആദ്യം? നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ഇടണം? 8%-നൊക്കെ കിട്ടും. 8%. എത്ര? 8-നൊക്കെ കിട്ടും ഇപ്പൊ. അതല്ല ചോദിച്ചേ, ഇൻട്രസ്റ്റ് റേറ്റ് അല്ല. നമ്മൾ ആദ്യം നമ്മുടെ പാർട്ട് കൊടുക്കേണ്ട ഒരു പോർഷൻ ഉണ്ട്. ഫുൾ ലോൺ 20% 25%. അപ്പൊ ആ പൈസ കൈ സൂക്ഷിച്ചാലല്ലേ ഉണ്ടാക്കാറുള്ളൂ. അത് ഇതുകൊണ്ട് ഉണ്ടാക്കണമല്ലോ, ഇച്ചിരി പൈസ ഉണ്ട്. അതും ഇതിനകത്ത് ലോങ് ടൈം ഒരു ചെറിയ ഗോൾഡിൽ മാറ്റി വെക്കുന്നുണ്ടാവും. പിന്നെ ലോങ് ടൈം ഗോൾഡിലാണ് ശരിക്കും മോർ ദാൻ 5 ഇയറിലാണ് ആ വീടും അതുപോലെ പെൻഷൻ സ്കീം, പിന്നെ കൊച്ചിന്റെ ഹയർ സ്റ്റഡീസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും വരാൻ, കുറെ കാര്യങ്ങൾ വരും ഇല്ലേ? അപ്പൊ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ 50-30-20 റൂൾസ് എന്ന് പറഞ്ഞൊരു റൂളാണ്. അവിടെ നമ്മൾ പറയുക 50% ഫോർ എസെൻഷ്യൽ റണ്ണിങ്, ഫുഡ്, ഗ്യാസ്, അങ്ങനെയുള്ള റണ്ണിങ്. എന്തൊക്കെയായിരിക്കും റണ്ണിങ് എന്ന് പറയാമോ? എസെൻഷ്യൽസ്, നീഡ് എന്ന് പറയും 50%. ഫുഡ്, ഡ്രസ്. ഡ്രസ് ശരിക്കും പറയുമ്പോഴേക്കും എല്ലാ മാസവും വരില്ല. അടുത്ത ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ മേടിക്കും. അത്യാവശ്യമുള്ളത് എസെൻഷ്യലിൽ വരും. വെറുതെ പോയി മേടിക്കുന്നത് മറ്റേതിനകത്ത് വരും. മെഡിക്കലൊക്കെ വന്നു കഴിഞ്ഞാൽ വരും. ട്രാവലിങ്, പെട്രോള്, ഇങ്ങനെ കുറെ സാധനങ്ങൾ വരും അതിനകത്ത്. പിന്നെ 30%, വീണ്ടും പറയുന്നു 30% ഡിസ്ക്രിഷണറി എക്സ്പെൻസ്. ഇത് നമുക്ക് ചിലർക്ക് നീട്ടി വെക്കാവുന്നതുണ്ടാവും. അപ്പൊ ഇവിടെ ഈ 50-20-30 എന്ന് പറയുന്ന റൂള് ഇതൊരു ഇന്റർനാഷണൽ റൂളാണ്. ഇത് പക്ഷെ നമ്മുടെ ഫാമിലിക്ക് അനുസരിച്ച്, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ 2 പേർക്കും പ്രൈവറ്റ് ജോലിയാണ്, പ്രൈവറ്റ് സ്ഥലത്ത് ജോലിയാണ്, വെറും 2 പേർ കൂടി 40,000 രൂപ ശമ്പളം ഉള്ളൂ. 50% എന്താണ് 20,000 രൂപയ്ക്ക് ഇതെല്ലാം ഈ എസെൻഷ്യൽസ് നടക്കുപോലുമില്ല. അവിടെ ചിലപ്പോൾ 70-ഉം ഒരു 15-15 ആയിട്ട് മാറേണ്ടി വരും. കാരണം എന്താണ്, വേറൊരു പാർട്ടിക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും നല്ല 2 ലക്ഷം വെച്ച് ഒരാൾ ഷിപ്പ് മറൈൻ എഞ്ചിനീയർ ആണ്, പുള്ളിക്ക് ഒരു 3 ലക്ഷവും ഭാര്യയ്ക്ക് ഒരു IT എഞ്ചിനീയർ 2 ലക്ഷം, വലിയൊരു എമൗണ്ട് ആണ്. അവര് ഇതിന്റെ പകുതി പൈസ മൊത്തം എടുത്ത് ഇവിടെ ചെലവാക്കേണ്ട കാര്യമില്ല. അവരാണ് ഈ എന്താണ് ഇവിടെ പറയുന്ന പോലെ സമ്പന്നർ വീണ്ടും സമ്പന്നരാകുന്ന തിയറിയാണ് അവിടെ വരുന്നത്. ഇവര് അത് അടിച്ചു പൊളിക്കാനല്ല ചെലവാക്കണത്, നേരെ ലോങ് ടൈം ഈ 20% എന്നുള്ള ലോങ് ടൈമിലേക്ക് അടുത്തതിലേക്ക് വരുന്നതാണ്. അവിടെ അവരെന്ത് ചെയ്യും, സേവിങ്ങും ലോങ് ടൈം സേവിങ്ങിലേക്ക് മാറ്റി നെറ്റ്വർക്ക് കൂട്ടി ഒരു നല്ല സ്ഥലം മേടിച്ച് റെന്റിന് ഒരു കെട്ടിടം മേടിച്ച് അപ്പൊ ഒരു സ്ഥിര വരുമാനം കിട്ടണമെന്ന് റെന്റ് തന്നെയാണ്, അഡീഷണൽ ഇൻകം തന്നെയാണ്. അപ്പൊ അവരവരുടെ ശമ്പളത്തിന്റെ അനുസരിച്ചിട്ടാണ് ഈ 50-30-20 അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. 24 സേവിങ് ആൻഡ് ഡെപ്റ്റ്. അതിന് കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് പോവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇഫ് യു ആർ ബോൺ പുവർ ഇറ്റ് ഈസ് നോട്ട് യുവർ ഫാൾട്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആയതുകൊണ്ട് ഇഫ് യു ആർ ഡൈ പുവർ ഇറ്റ് ഈസ് യുവർ ഫാൾട്ട്. ഇതാരാ പറഞ്ഞത്? ബിൽ ഗേറ്റ്സ്. റോബർട്ട് കിയോസാക്കി ആണോ? റിച്ച് ഡാഡ് പൂർ ഡാഡ്? ഇഫ് യു ബോൺ പ്യുവർ ഇറ്റ് ഈസ് നോട്ട് യുവർ മിസ്റ്റേക്ക്. അതല്ല. ഇഫ് യു ആർ ബോൺ പുവർ ഇറ്റ് ഈസ് നോട്ട് യുവർ ഫാൾട്ട്, ഇഫ് യു ആർ ഡൈ പുവർ. അപ്പൊ അല്ല, ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നമ്മൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഞാനൊക്കെ അതിന്റെ അനുഭവസ്ഥനാണ്. ഞാനൊക്കെ സീറോയിൽ നിന്ന് വന്ന ആളാണ്. സീറോ ഈ കൺസെപ്റ്റ് അങ്ങനെ തന്നെ പകർത്തിയാണ്. എൻ്റെ മക്കൾ 18 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ചെലവുകൾ 18-നും 21-നും ഇടയ്ക്ക് അവർക്ക് 50% അവരെന്ത് അവരെടുത്തോളണം എന്നുള്ളതാണ്. ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സുള്ള മോനും അവന് കോച്ചിങ് ഒക്കെ നടത്തി പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവനും ആവശ്യം വരുമ്പോൾ ആ പകുതി പൈസ കൊടുക്കണം, പകുതി അവരുണ്ടാക്കണം. 21 വയസ്സ് കഴിഞ്ഞാൽ ഫുള്ളി ഇൻഡിപെൻഡന്റ് ആണ്. മൂത്ത ആളൊക്കെ 25 വയസ്സിൽ 1.5 ഏക്കർ സ്ഥലം തന്നെ അക്വയർ ചെയ്ത്. കാരണം എന്താണ്, 1.2 crore ഒക്കെ വെച്ചിട്ട്, കാരണം 80 ലക്ഷം ലോൺ മേടിച്ചിട്ടാണ്. ലോൺ റീപേ ചെയ്യുന്നു, അതിനുള്ള ഇനീഷ്യൽ പൈസ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്നും റിച്ച് ആവാനായിട്ട് നമുക്ക് ഒത്തിരി പോസിബിലിറ്റി ഉണ്ട്. മണി മാനേജ്മെന്റ്, ബഡ്ജറ്റാണ്. ഇപ്പൊ ഇവിടെ എസെൻഷ്യൽ എക്സ്പെൻസ് നിങ്ങൾ പറഞ്ഞു കുറെ. ഇവിടെ ജസ്റ്റ് ഓടിച്ച് കുറച്ച് പറയാണ്. ഫുഡ് എക്സ്പെൻസ്, ഗ്യാസ്, വാഷിംഗ്, ടോയ്ലറ്ററീസ്, ഇലക്ട്രിസിറ്റി, ഫോൺ, ട്രാവലിംഗ്, പെട്രോൾ, റെന്റ്, സാലറി. ഇപ്പൊ ചിലർക്ക് സാലറി ഒരു ജോലിക്കാരത്തി ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടി വരും. മെഡിക്ലെയിംസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മെഡിക്ലെയിം അത് മറന്നു പോകരുത്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് എൻ്റെ പെങ്ങളുടെ കുട്ടി ചുമ്മാ സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു വണ്ടി ബാക്ക് എടുത്തതാണ്. മെയിൻ റോഡിലാണ്, ഒരു കാരണവശാലും ബാക്കി എടുക്കാൻ പാടില്ല. ആ വണ്ടി ഇടിച്ച് നേരെ ആശുപത്രി കൊണ്ടുപോയി 3 ദിവസം അവിടെ കിടന്നു. 1 ലക്ഷം രൂപ എടുത്ത് ചെലവായി. ഇടത്തെ കൈ ഒടിഞ്ഞ് സ്റ്റീലിട്ടു, കാലിന് 2 ഒത്തിരി നല്ല ഇതായി, നല്ലൊരു എമൗണ്ട് ചെലവായി.
സാധാരണക്കാരാണ്. അവർ പെട്ടെന്ന് 1 ലക്ഷം രൂപ എടുക്കാൻ പറ്റുമോ? പക്ഷെ അവിടെ മെഡിക്ലെയിം ഉണ്ടായിരുന്നു, ക്യാഷ്ലെസ് ആയിരുന്നു, ക്യാഷ് പോലും കൊടുക്കേണ്ടി വന്നില്ല. ഒരു ചെറിയ എമൗണ്ട് 5% 10% ആണ് കൊടുക്കേണ്ടി വന്നുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ഫാമിലിയും ഒരു മെഡിക്ലെയിം പ്രൊട്ടക്ഷൻ, ഇത് ഭയങ്കര പൈസ. ഒരു പനി വന്ന് ആശുപത്രി കിടന്നാൽ പോലും നല്ല പൈസയാണ്. അപ്പം ഇത് നമ്മളുടെ ഇത് ശരിക്കും എസെൻഷ്യലാണ്, തീർച്ചയായിട്ടും എസെൻഷ്യലിൽ പെട്ടതാണ്. മെഡിക്ലെയിം എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? ഇല്ലാത്തവരാരും ഇല്ലല്ലോ. ഞങ്ങൾക്ക് സർക്കാർ തരുന്നതുണ്ട്. സർക്കാർ തരുന്നുണ്ട്. ഇവിടെ ഒരു ഇപ്പൊ ഈ ജോലിയുള്ള മെഡിസപ്പ് ജോലിയുള്ളവരുടെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കമ്പനിയിലൊക്കെ ജോലിയുള്ളവരാണെങ്കിൽ ഞങ്ങൾ പറയും, അവരോട് പറയും, ഒരു കൺസൾട്ടന്റ് എന്നല്ല ഞങ്ങൾ പറയും, നിങ്ങളൊരു ചെറിയൊരു മെഡിക്ലെയിം എടുത്തു വയ്ക്കാൻ പറയും. വേറെ ഒന്നല്ല, ചിലർക്ക് കമ്പനിയിൽ ജോലി നഷ്ടപ്പെടുന്നു, പോകുന്നു. അപ്പൊ എന്ത് വരും വെച്ചാൽ 3 വർഷത്തെ എക്സംഷൻ ഉള്ള കാര്യങ്ങളുണ്ട്, 2 വർഷത്തെ എക്സംഷൻ ഉള്ള കാര്യങ്ങളുണ്ട്. ഓടിപ്പോയി ഒരു പുതിയ പോളിസി എടുത്ത് അപ്പം തന്നെ കിട്ടില്ല. അങ്ങനത്തെ കുറെ എക്സംഷൻസ് ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ജോലിക്കാരാണെങ്കിൽ സ്ഥിരമായിട്ട് കിട്ടുന്നതാണ്. പ്രൈവറ്റ് ജോലികൾക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. അതുപോലെ റിട്ടയർ ആകുമ്പോഴേക്കും വീണ്ടും കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് എടുക്കേണ്ടി വരും. അത് കണ്ടിന്യൂ ചെയ്യോ? റിട്ടയർ ആകുമ്പോൾ മെഡിക്ലെയിം കണ്ടിന്യൂ ചെയ്യും. ഉണ്ട്, മെഡിക്ലെയിം ഉണ്ട്, മെഡിക്ലെയിം പെൻഷനേഴ്സിനുണ്ട്. കണ്ടിന്യൂ ചെയ്യും. പെൻഷൻസ് മെഡിസപ്പ് 2 കൂട്ടർക്കും ഉണ്ട്. 2 കൂട്ടർക്കും ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. പക്ഷെ പ്രൈവറ്റ് ഭൂരിഭാഗം പേര്, എല്ലാവരും ഗവൺമെന്റ് ജോലി ഇല്ലാത്തവരാണല്ലോ, ഭൂരിഭാഗം പേരും പ്രൈവറ്റ് ആണ്. എപ്പോഴെങ്കിലും പോകാവുന്ന രീതിയിൽ വേറെ കമ്പനി മാറും. ആ സമയത്തൊക്കെ അവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒരു ചെറിയ മെഡിക്ലെയിം എടുത്ത് 30% എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഞാൻ പറഞ്ഞു 50, 30, 20 അങ്ങനെ കൃത്യ റൂളല്ല. ചിലർക്ക് 70, 15, 20 ആയിരിക്കും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. എന്റർടൈൻമെന്റ്സ്, ബർത്ത്ഡേസ്, ഗാദറിങ്സ്. ഇപ്പൊ ഞങ്ങളൊക്കെ എല്ലാ മാസവും ഗാദറിങ്സ് കൂടുന്നുണ്ട്. ഡൈൻ ഔട്ട്സ്, പുറത്തുപോയി ഭക്ഷണം കഴിക്കുക. അപ്പൊ നേരത്തെ അവന് ശീലം ഉണ്ടായിരുന്നു. ഞങ്ങളും എൻ്റെ സാഹചര്യം കൊണ്ടാണ്. കാരണം ഈ പറഞ്ഞ പോലെ എൻ്റെ വീട്ടില് അറിയാലോ, ലേഡീസ് ഇല്ല. ഞങ്ങള് 4 ബോയ്സ് ആണ്, ഞാനടക്കം 4 ബോയ്സിന്റെ ഒരു ഇതാണ്. അപ്പൊ ആദ്യം ജോലിക്കാരത്തി ഞാൻ ഒരു 20 ദിവസം വരുമായിരുന്നു, 20,000 രൂപ കൊടുക്കായിരുന്നു. ദിവസം 20,000. അപ്പൊ ഞങ്ങൾ സ്റ്റുഡിയോ ബഡ്ജറ്റ് ഒന്ന് ടൈറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ അതിന് 12 ദിവസമാക്കി മാറ്റി. ആഴ്ചയിൽ 3 ദിവസം ഉള്ളൂ. ബാക്കി നമ്മളൊക്കെ കയറി കുറച്ച് ചെയ്യും. ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ 2 ദിവസം ഡൈൻ ഔട്ട് ചെയ്യും. ഡൈൻ ഔട്ട് ചെയ്താൽ കാശ് പോക്കാം. കാരണം ഞങ്ങൾ 4 പേര് പോയ 200 രൂപ അടുത്ത് എന്തായാലും പോകും. അപ്പൊ പലപ്പോഴും ഞങ്ങൾ മേടിച്ച് ഒക്കെ സെറ്റ് ചെയ്യും. അപ്പൊ നമ്മളതൊക്കെ കാശിന്റെ ഇതൊക്കെ നോക്കിയിട്ടുള്ള സെലിബ്രേഷൻസ്, ബർത്ത്ഡേസ്, ഔട്ടിങ്സ്, ടൂറ്. ഇപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് പൈസയുടെ അനുസരിച്ച് ഞങ്ങള് ആദ്യം ഞങ്ങളുടെ പിള്ളേരൊക്കെ ഉണ്ടായ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർഷങ്ങൾക്ക് മുമ്പ് 30 ഇയേഴ്സ് ബാക്ക് ആയി, 20 ഇയേഴ്സ് ഒക്കെ ബാക്ക്, ഞങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ ഞായറാഴ്ചയും ആദ്യം ഒരു കൊച്ച്, 2 കൊച്ച്, 2 കൊച്ച്, ഈ 2 പേരെയും കൂടി ഞങ്ങൾ പാർക്കിൽ പോകും. ഞങ്ങളുടെ ഏറ്റവും വലിയ ടൂർ പാർക്കായിരുന്നു, എറണാകുളം പാർക്ക്. ഒരു ഐസ്ക്രീമും അവിടെ തീരും പരിപാടി. കുറച്ചുകൂടി നിലയൊക്കെ മെച്ചപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്തുകൊണ്ട് വെച്ചാല് മൂന്നാറ് അങ്ങനെയുള്ള കുറച്ചുകൂടി നീട്ടി സ്ഥലങ്ങൾ എടുത്തു. അത് ആഴ്ചയിലല്ല കേട്ടോ, ആഴ്ചയിലൂടെ പോവും. ഒരു 6 മാസത്തിലേക്ക് പോകും. ഒരു once in a year ഒരു നാഷണൽ ടൂർ. അത്രയും വരെ അതുണ്ട്. സാമ്പത്തികം അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി, സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെട്രോ തൊട്ട് സിംഗപ്പൂർ വരെ പോകാവുന്ന ഒരു അവസരമാണ്. സെലിബ്രേഷൻസ്, ടൂർ, ഡൈൻസ്, ക്ലോത്തിങ്, അപ്പൊ എക്യുപ്മെന്റ്സ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ ഷോപ്പിംഗിൽ നേരത്തെ പറഞ്ഞ് മൈൻഡ്ഫുൾ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞു. കാരണം വെച്ചാല് ലുമാളിലൊക്കെ ചെന്നപ്പോഴാണ്, അയ്യോ, ഒന്നെടുത്താൽ 2 ഫ്രീ. എന്റെ ദൈവമേ, ഒന്നെടുത്താൽ 2 ഫ്രീ. സത്യം പറഞ്ഞ ആവശ്യമില്ല. പല വീട്ടിലും ഉപയോഗിക്കാത്ത സാധനങ്ങൾ കിച്ചണിൽ നോക്കിക്കഴിഞ്ഞാൽ കെട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് കിച്ചണിൽ ഇരിപ്പുണ്ട്. എന്നാലും ആ എടുത്തുകൊണ്ട് മേടിച്ചുകൊണ്ട് അവിടെ കൊണ്ട് പൊട്ടിക്കാതെ എടുത്തു വെച്ചേക്കും. 1 വർഷമായിട്ട് പൊട്ടിക്കാത്ത സാധനങ്ങൾ ചിലപ്പോൾ അവിടെ ഇരിപ്പുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റി വയ്ക്കാവുന്ന ആവശ്യമില്ലാത്തൊക്കെ മാറ്റി വെച്ച് നിങ്ങളൊരു നല്ല കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കാൻ സാധിക്കുക. ടൂറ്, എക്യുപ്മെന്റ്സ്, കാറ്, ബൈക്ക്, മേജർ റിപ്പയർസ് ആണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ അവിടെ ആ 30% ഇത് പയ്യെ പിശുക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇവിടെ എന്റർടൈൻമെന്റ്, സെലിബ്രേഷൻ, പിന്നെ ചാരിറ്റി. ഇപ്പൊ ചാരിറ്റി ഇതുപോലെ തന്നെ ഒരു ചെറിയ പാർട്ടായിരിക്കണം നമ്മുടെ ഭാഗത്ത് തന്നെ. കാരണം വെച്ചാൽ ഇപ്പൊ ഞാനൊക്കെ കുട്ടിക്കാലം തൊട്ട് പഠിച്ചൊരു കാര്യമാണ്. ഇപ്പോഴും അപ്പൊ ഞങ്ങള് സ്വാതന്ത്ര്യ സ്പർശം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇത് ഏറ്റെടുത്തപ്പോൾ, ഒരു പാവപ്പെട്ട ഓർഫനേജ് ഏറ്റെടുക്കുമ്പോൾ കഴിഞ്ഞ 5-8 വർഷമായിട്ട് ഞങ്ങളിപ്പോൾ ഏറ്റെടുക്കുമ്പോൾ ചെന്ന് കണ്ടതാണ്. പക്ഷെ ആ സ്ഥാപനത്തിന് 5-8 വർഷമായിട്ട് അതുപോലത്തെ 2-3 സ്ഥാപനങ്ങൾക്ക് എല്ലാ 2 മാസം അവരെൻ്റെ വീട്ടിൽ വരും. ഞാൻ അവർക്ക് ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കും. ഈ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞാണ്. അപ്പൊ ഇങ്ങനെയുള്ള അതുകൂടാതെ നമ്മൾ ഒത്തിരി പ്രോജക്റ്റിലൂടെ നമ്മുടെ ഒരു ചലനുണ്ട്. കൃത്യമായിട്ട് 0.10% മാറ്റി വയ്ക്കുന്നു. ഞാനും വിചാരിച്ചിരുന്ന സംബന്ധിച്ച് വെച്ചാൽ ലോണൊക്കെ തീരട്ടെ എന്നിട്ട് വേണം ചാരിറ്റി ചെയ്യാന്ന് പറഞ്ഞു. ലോണൊക്കെ തീർന്ന് കേരളക്കാരുടെ ഒരു പ്രത്യേകത എന്താന്ന്, ജനിക്കുന്നതേ ലോണില്, മരിക്കുന്നതേ ലോണില്. അപ്പൊ ഇവിടെ ആ സേവിങ് മെന്റാലിറ്റി, അതുപോലെ തന്നെ ലോണൊക്കെ തീർന്നിട്ട് സേവ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെറിയൊരു. പിന്നീട് ഒരിക്കൽ ഞാൻ
ഒരു മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് വരട്ടെ, ഇപ്പോൾ പറയാം. ഓക്കെ, റീപേയ്മെന്റ്സ് ഇതൊക്കെ 20% എന്ന് പറയുമ്പോഴേക്കും 20% വരുന്നത് എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 20% ഇല്ലെങ്കിലും ഇന്റർനാഷണൽ റൂൾ 25% ആണെങ്കിലും അത് നമുക്ക് സാധിക്കില്ല പലർക്കും. നേരത്തെ കണ്ട എക്സ്പെൻസ് ഒരാൾ ഒരു ജോലിക്കാരിയുടെ വെച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു. വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സാലറി ഹൈ ആണെങ്കിൽ പറ്റും കേട്ടോ, ഒരു മീഡിയം ആൾക്കാരെ സംബന്ധിച്ച് പാടായിരിക്കും. ഇവിടെ ഈ പ്രൈവറ്റ് ഗവൺമെന്റുകാരൊക്കെ നമ്മുടെ പരിധി സാറൊക്കെ സേഫാണ്. അപ്പൊ ഗവൺമെന്റുകാർക്ക് കുറച്ച് ഒരു ജോലി പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിൽ 3 തൊട്ട് ഒരു 6 മാസത്തേക്കുള്ള പൈസ കയ്യിലുണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സേവിങ്ങിൽ നമ്മളൊരു കുറച്ച് ആ ലക്ഷറി ഒക്കെ മാറ്റി വെച്ച്, ലക്ഷറി ടൈപ്പ് മാറ്റി വെച്ചിട്ട് ഒരു എമർജൻസി ഫണ്ടായിട്ട് ഒന്നുകിൽ ചെറിയ രീതിയിൽ FD ഇട്ട് പോവോ, ചെറിയ FD എപ്പോഴും മുട്ടിക്കാവുന്ന പോലത്തെ അങ്ങനെയുള്ള FD ഇട്ട് പോവാം. മറ്റൊന്ന് ഹൗസിംഗ് ലോൺസ്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഹൗസിംഗ് ലോൺ. അത് ഈ നമ്മുടെ 20% വരുന്നതാണ്. അപ്പോൾ അവിടെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടാതെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, അത് പലരും, ഇപ്പം ഞാനൊരു ഷെയർ ബ്രോക്കർ ആയിരുന്ന ആളാണ്, ആംഫി ലൈസൻസ്ഡ് മ്യൂച്വൽ ഫണ്ടിന്റെ ആളാണ്, IRD ലൈസൻസ് ഉള്ള മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ അഡ്വൈസറാണ്, പ്ലസ് ലൈഫ് ഇൻഷുറൻസിന്റെ അഡ്വൈസറാണ്. ഇതൊക്കെ ഇതിന് സൈഡിൽ കൂടെ ഉണ്ട്, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, ആദ്യമായിട്ട് കേൾക്കണമായിരിക്കും. അങ്ങനത്തെ ഒരു കാര്യം. ഇന്റേണൽ ഓഡിറ്ററാണ് ഞാൻ. ബഡ്ജറ്റിന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ MCOM ആണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. അത് എൻ്റെ ഒരു സാധനത്തിൽ വരാറില്ല. MCOM ആണ് ഇന്റേണൽ ഓഡിറ്റർ. 200ഓളം സ്ഥാപനങ്ങളിൽ ഇന്റേണൽ ഓഡിറ്ററാണ്. ഒത്തിരി സ്ഥാപനങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അവരെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ഹൈറാർക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും ടോപ്പിന്റെ അവരുടെ ഇന്റേണൽ ഓഡിറ്ററാണ്. ഇപ്പൊ ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ ഷെയർ മാർക്കറ്റിന്റെ എൻ്റെ പരിചയം കൊണ്ട് പറയാണ്, പലരും ഓടിപ്പോയി കാശുണ്ടാക്കാനായിട്ട് ക്രിപ്റ്റോയിലും ഷെയർ മാർക്കറ്റിലേക്ക് ചാടി വീഴും, പൈസ പോകും. ഞാൻ 10 വർഷം ബ്രോക്കർ ആയിരുന്ന ആളാണ്. ഞാൻ അവരുടെ വേദനയും രോദനവും കണ്ടിട്ട് ഞാൻ അതിൽ നിന്ന് ഒഴിവായ ആളാണ്, മാറിയ ആളാണ്. കാരണം എല്ലാവരുടെ ഉള്ളിൽ ഗ്രീഡ്നെസ് ആണ്, പെട്ടെന്ന് കാശുണ്ടാക്കണം എന്നുള്ളതാണ്. അങ്ങനെ പോയിട്ട് കാശ് നഷ്ടപ്പെടുത്തുന്നവരാണ് 90%. എൻ്റെ അടുത്തുള്ള ഇൻവെസ്റ്റേഴ്സിൽ കുറെ പേരുണ്ടായിരുന്നു, 8-10 പേര് മാത്രമാണ്. 250 ക്ലയൻസ് ഉണ്ടായാലും 10 താഴെ ആൾക്കാരാണ് ഈ പാനിക്കായിട്ട് വിൽക്കാതിരിക്കുക, വാങ്ങാതിരിക്കുക. അവർ സ്റ്റഡി ആയിട്ട് മേടിച്ച് ഒരിക്കലും അവരുടെയൊക്കെ ഭയങ്കര നെറ്റ്വർത്തിലേക്ക് പോയേക്കാണ്. അവർക്ക് വിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് സേഫസ്റ്റ് മെത്തേഡാണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. മന്ത്ലി SIPs മ്യൂച്വൽ ഫണ്ട് നല്ല, അത് നിങ്ങൾ ഗോൾഡ് അടിച്ചു നോക്കിയാൽ ടോപ്പ് 5 കാണാൻ പറ്റും. ഫ്രാങ്കിലും ആയിരത്തിബിറിലും അങ്ങനെയുള്ള കാണാൻ പറ്റും. അപ്പം അത് ഒരു ചെറിയ എമൗണ്ട് ആയാലും ഒരു 2000 4000 അവരവരുടെ ഇൻകം ബേസ് അനുസരിച്ചിട്ട് ഇത് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് FD കിട്ടുന്നത് 5 to 6, 7% ആണെങ്കിൽ, കോപ്പറേറ്റീവിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ കുറച്ചുകൂടി 1%, 1.5% കൂടുതൽ കിട്ടുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ അതിലും 1.5% കൂടുതൽ കിട്ടും. PO എന്നിട്ടങ്ങനെയാണ് പോസ്റ്റ് ഓഫീസ്. വളരെ നല്ല, അവിടെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്, നല്ലൊരു പോസിബിലിറ്റിയാണ്. 8.5% ഒക്കെ കിട്ടുന്ന ഒരു മെത്തേഡാണ് പോസ്റ്റ് ഓഫീസിൽ. പക്ഷെ അപ്പൊ ഇങ്ങനെയുള്ള ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ എന്തായാലും ഒരെണ്ണം നിങ്ങളുടെ ഈ സാധനം ഉണ്ടാവണം. പെൻഷൻ സ്കീംസ്, പിന്നെ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പെൻഷൻ സ്കീമിലേക്ക് നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ എല്ലാം കാര്യം കഴിഞ്ഞ് അവസാനം വരുമ്പോൾ ഇവിടെ എന്ത് മന്ദിരം കൂടിക്കൊണ്ടിരിക്കണേ, വയോജന വൃദ്ധസാധനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളെ വെച്ച് നോക്കാം. അപ്പൊ ഒരു ഒന്നും അറിയാതെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഇച്ചിരി പെൻഷൻ ഫണ്ട് മാറ്റി വെച്ച് അവിടെ ഒരു കുറച്ച് പൈസ ഈ SIPയിലോ പെൻഷൻ ഫണ്ടോ. SIPയുടെ പ്രത്യേകത, ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ സാധാരണ പറയുന്നത് ഒരു 15% ഒക്കെ കിട്ടും. 3-4 വർഷമൊക്കെ 25% വരെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഷെയറിലുള്ള SIPs ആണല്ലോ, ഷെയർ ലിങ്ക്ഡ് SIPs ആണ്. എടുക്കാതെ പോയി കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ആയിരിക്കും. ഒരു 4000 5000 വെച്ചൊരു 15-20 വർഷം കഴിഞ്ഞ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് നല്ലൊരു സ്കീമാണ്. അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ട് ബാധിക്കില്ല. കാരണം നിങ്ങൾ ഡൗൺ മാർക്കറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റ് കിട്ടുന്നതുകൊണ്ട്. മാരേജ് ഹയർ സ്റ്റഡീസ് ഫണ്ട്, ഇവിടെ നമ്മൾ ഈ ന്യൂ കപ്പിൾസിനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ കുട്ടികളുടെ മാരേജ്, ഹയർ സ്റ്റഡീസ്, അതിനൊരു ചെറിയൊരു ഇത് എല്ലാം കൂടി പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു SIP, കുട്ടികൾക്കൊരു ഫണ്ട്, ഹൗസിംഗ് ലോൺ, അങ്ങനെ ഒരു 2-3 ഫണ്ടുകളിലേക്ക് വേണം. ടേം ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾ ഒരു ജീവിത പങ്കാളി, ഒരു ഇൻകം ഇൻകം ഉണ്ടാക്കുന്ന ഒരാൾ പോയി കഴിഞ്ഞാൽ ആ കുടുംബം അനാഥമാകാതിരിക്കാനായിട്ട്, അതിൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാനൊരു സ്കൂളിൽ, പല സ്കൂളിൻ്റെ ഇന്റേണൽ ഓഡിറ്ററാണ്. ഒരു സ്കൂളിൻ്റെ ഇന്റേണൽ ഓഡിറ്റർ ആയിട്ടിരിക്കും. ഇപ്പോഴല്ല, 15 വർഷങ്ങൾക്ക് മുമ്പാണ്.
അവിടെ ചെന്ന് പ്രിൻസിപ്പൾ എന്നോട് പറയാണ്, അയ്യോ സാറേ സാറേ, നമ്മുടെ ഇവിടെ 2 പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു പുള്ളി ഇന്നലെ മരം വീണ് മരിച്ചു. ഞാൻ പറഞ്ഞു, മരം വീണ് മരിച്ചു? ആ, ഒരു അപ്പുറത്തെ പറമ്പില് അടുത്ത വീട്ടിലെ ആളുടെ മരം വെട്ടണ കാണാൻ പോയതാണ്. അവിടെ മരം വീണിട്ടുണ്ടെങ്കിൽ ഓടി പുള്ളിക്കാരൻ അവിടെ നിന്ന് നീങ്ങി പോന്നപ്പോഴേക്കും അതിന്റെ തല വന്നിട്ട് ഈ പുള്ളിയുടെ തലയിലിടിച്ചിട്ട് അപ്പം തന്നെ പുള്ളിയുടെ കാറ്റ് പോയി. വെറും ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, ഇൻഷുറൻസും ഇല്ല, ഒന്നുമില്ല. ഭാര്യ ജോലിക്ക് പോകുന്നില്ല, വെറും വീട്ടമ്മയാണ്, അതിനൊന്നും അറിയില്ല. ഈ ICC പഠിക്കുന്ന കൊച്ചാണ്, അതിൻ്റെ ഫീസ് കൊടുക്കാൻ കാശില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവർ വിട്ട് കഴിഞ്ഞ പാവങ്ങൾക്ക് ഗവൺമെന്റ് സ്കൂളിൽ പോകണം. ഞാൻ പറഞ്ഞു, ആ 2 പേരുടെയും 10 വരെയുള്ള ഫീസ് ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടികളെ സ്പോൺസർ ചെയ്ത് 10 വരെ ഞാൻ അവർക്ക് ഫീസ് കൊടുത്തതാണ്. ആ അമ്മ കുടുംബജോലിക്ക് പോയിട്ടാണ് വീട്ടുവേലയ്ക്ക് പോയി ആ കുടുംബം നടത്തേണ്ടി വന്നു. ഇവിടെ ഒരു ടൈം ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ആക്സിഡന്റ് Sir, ഇൻഷുറൻസ്. എന്തോ sir, you did a great job. ഓക്കെ, അതിന്റെ Thank you. ഒരു പറഞ്ഞുള്ളൂ, ഒരു കാര്യം പറഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെ ഈ ടേം ഇൻഷുറൻസ് നമുക്ക് നിർബന്ധമാണ്. അതായത് അതിൻ്റെയൊക്കെ ഇതെന്നു വെച്ചാൽ നമ്മുടെ ഒരു കൊല്ലത്തെ ഇൻകം ഇൻറ്റു 20 എന്നൊക്കെ പറയണത്. അപ്പൊ ചിലപ്പോൾ 1 crore ഒക്കെ വരും. അത് വേണ്ട, ഒരു 50 ലക്ഷത്തിൻ്റെങ്കിലും ഒരു ടൈം ഇൻഷുറൻസ്, ഒരു ചെറിയ ഒരു 40-50 ഒക്കെ ഉള്ള ഒരു ടൈം ഇൻഷുറൻസ് നിങ്ങൾ എടുത്തു വെക്കണം. കാരണം എന്താ വെച്ചാൽ വയസ്സാവും തോറും നിങ്ങൾക്ക് അറിയാലോ, പ്രീമിയം കൂടി കൂടി പോരും. ചെറുപ്രായത്തിൽ എൻ്റെ മോന് ഞാൻ മൂത്താക്കി 21 വയസ്സുള്ളപ്പോൾ 1 കോടി രൂപ എടുത്തപ്പോഴേക്കും വെറും 50 ലക്ഷമായിരുന്നു. വെറും 7,000 8,000 രൂപ ഒന്നുള്ളൂ. അപ്പൊ 20 വർഷത്തേക്ക് സെയിം റേറ്റ്, അവന് റേറ്റ് കൂടില്ലായിരുന്നു. എത്ര നേരത്തെ എടുക്കുന്നോ അത്രയും നാൾ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം. നല്ല പ്രായത്തിൽ, വയസ്സായിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. നല്ല പ്രായത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലാണ് നിങ്ങളുടെ ജീവിതത്തിന് ഫാമിലിക്ക് ആവശ്യമുള്ളത് ടേം ഇൻഷുറൻസ്. എൻ്റെ കാര്യം മനസ്സിലായി. ഇതിപ്പോൾ ഞാനൊരു മോഡൽ ബഡ്ജറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ്. ആക്ച്വലി ഒരു ആപ്പ് ഉണ്ട്, ഇഷ്ടംപോലെ ആപ്പുകൾ ലഭ്യമാണ്. ഈ സിമ്പിളായിട്ടൊക്കെ എഴുതാമെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഇടത്ത് വെച്ചിരുന്നു, റൈറ്റ് സൈഡിൽ ഫുഡ്, റൈറ്റ് ട്രാവൽ, ടോയ്ലറ്ററീസ്, ഇങ്ങനെ നേരെ ഹെഡിങ് എഴുതിയാൽ നിങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ ഫുഡ്, ശരിക്കും ഫുഡിൻ്റെ എന്താണ്, നോൺ വേറെ ബേക്കറി വേറെ അങ്ങനെയൊക്കെ എഴുതും. എന്തിനാന്ന് വെച്ചാൽ നോണിന് അധികം പൈസ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് പെട്ടെന്ന് ഞാനിരുന്ന് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് ഇത്ര ശൈലില്ലാതെയൊക്കെ നീളത്തിൽ വന്നേക്കണത്. ഇതിനകത്ത് ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഫുഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ റെന്റ് കൊടുക്കേണ്ടത്, ക്ലോത്തിങ്, ഇന്റർനെറ്റ്, സാലറി ടു മേടി, എന്റർടൈൻമെന്റ്, ഹൗസിങ്ങിന് എത്ര, FD, എമർജൻസി ഫണ്ട്, ടൈം ഇൻഷുറൻസ്, ഇതിനൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 4 കാറ്റഗറിയിലേക്ക് നമുക്ക് കൃത്യമായിട്ട് തിരിച്ച് എങ്ങനെയൊക്കെയാണ് പോകണമെന്ന് നമുക്കൊരു നമ്മളുടെ ഒരു മന്ത്ലി എക്സ്പെൻസിന്റെ ഒരു ഐഡിയ. ഏറ്റവും ടോട്ടൽ ഉണ്ട്, ഏറ്റവും അടിയിലേക്ക് വരുന്നോറും അതിനൊരു ടോട്ടൽ ഉണ്ട്. ഞാനിപ്പോൾ ഏറ്റവും അടിയിൽ എൻ്റെ ടോട്ടൽ കിടപ്പുണ്ട്. 30 ദിവസം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 31 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ടോട്ടൽ ഇട്ടിട്ട് ഓരോ ഐറ്റത്തിലും നിങ്ങൾക്ക് എത്ര ചിലവായെന്നും മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇതിന് ആപ്പ് ഉണ്ട്, ഞാൻ ആപ്പും കാണിച്ചു തരാം. എല്ലാവർക്കും ആപ്പിൽ പ്രാതിനിധ്യം ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ ഇവിടെ അവർ ഐഡിയ കിട്ടി കാണും. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിലും മുകളില് ഹെഡിങ്ങുകൾ ഇങ്ങനെ എഴുതാം. നമ്മൾ ആ കാറ്റഗറി പറഞ്ഞ ഹെഡിങ്ങുകൾ എഴുതാം. ആദ്യം നീഡാണ്. നീഡ് എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ, ഫുഡെല്ലാം കൂടി ഒന്നിച്ച് എഴുതാം. ബേക്കറി അതുപോലെ ഇങ്ങനെയുള്ള ചെയ്യാം. ബാക്കി ടോയ്ലറ്ററീസും, വെഹിക്കിൾ, വണ്ടിയുടെ ട്രാവലിംഗ് ഉണ്ടാവുകയും ചെയ്യും. വണ്ടി പെട്രോൾ, ബൈക്ക് ഉണ്ടെങ്കിലും ഒക്കെ പെട്രോളും കാര്യങ്ങളൊക്കെ ചെറിയ റിപ്പയർ ഒക്കെ വരും, അതൊക്കെ അവിടെ വരണം. മേജർ ഐറ്റംസ് അങ്ങോട്ട് പോവും. നേരത്തെ കണ്ട കാറ്റഗറിയിൽ തിരിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാസത്തെ ഏകദേശം അറിയാൻ പറ്റും. അപ്പൊ വെച്ചാൽ എന്താന്ന് വെച്ചാൽ എല്ലാ മാസവും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പെൻസിന്. അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നില്ലോ. സ്ലൈഡ് ഷോ അല്ല, സ്ലൈഡ് ഷോ മാറി. അതാ വലുതായതുകൊണ്ട് ഞാൻ സ്ലൈഡ് ഷോ കുറച്ചാ. പ്രസന്റ് വെച്ചാൽ മതിയായിരുന്നു, പോട്ടെ. അപ്പൊ അടുത്ത ഐറ്റം എന്ന് പറയുമ്പോഴേക്കും 20 ഒരു ഫാമിലി ബഡ്ജറ്റ് ജസ്റ്റ് ഇട്ടാണ്. ഒരു 70,000 രൂപ സാലറി ഉള്ളതാണ്, എക്സ്പെൻസ് ഫുഡ് 15,000, ടോയ്ലറ്ററി, ഇങ്ങനെ വരും കേട്ടോ. ഇത് ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റിന്റെ ഇപ്പുറത്ത് നിങ്ങൾ ആക്ച്വൽസ് ഇട്ട് കഴിയുമ്പോൾ വേരിയേഷൻസ് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ആദ്യം ഇട്ട ബഡ്ജറ്റ് ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് ആദ്യം ഒരു മന്ത്ലി ബഡ്ജറ്റ് ഇട്ടിട്ട് വേണം ആനുവൽ ഇടാൻ. 1-2 മാസത്തെ ചെയ്ത് കഴിയുമ്പോഴാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യണതെന്ന് വെച്ചാൽ ഞങ്ങൾ വലിയ വലിയ സ്ഥാപനങ്ങളുടെ ബഡ്ജറ്റ് ചെയ്യണത് ലാസ്റ്റ് 3 years എടുക്കും. 3 years എടുത്തിട്ട് ലാസ്റ്റ് 1 yearന്റെയും ചെറിയൊരു എന്തോരം വേരിയേഷൻ ഉണ്ടെന്ന് നോക്കും. പ്രസന്റ് ഈ പ്രാവശ്യം നമുക്ക് എന്തൊക്കെ അത്യാവശ്യം ഉണ്ടെന്ന് നോക്കും. ഈ വർഷം ചിലപ്പോൾ വീട് പെയിന്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സാറിന് പെയിന്റ് ചെയ്യും, പുതിയ സാധനങ്ങൾ മേടിക്കേണ്ടാവും. ഇതെല്ലാം ഈ ബഡ്ജറ്റിൽ ചേർക്കും. അങ്ങനെ നീഡ് അനാലിസിസ് നടത്തും, ലാസ്റ്റ് ഇയറിന്റെ ആക്ച്വൽസ് നോക്കും. ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഫ്യൂച്ചർ കണ്ടെത്തുന്നത്. ഇപ്പൊ ടൂർ ഇട്ടങ്ങനെ എന്തിനാ വെച്ചാൽ സാറ് പറഞ്ഞു ഒരു ഇച്ചിരി ദൂരെ പോകാന്ന് ഓർത്താണ്. 5 മാസം കുറച്ചിട്ട് കഴിഞ്ഞാൽ ഹണിമൂൺ ടൂറൊക്കെ പോകാനായിട്ട് സാധിക്കുന്നത്. എമർജൻസി ഫണ്ട് 4,000,
SBI മ്യൂച്വൽ ഫണ്ട്, ഹൗസിംഗ് ഫണ്ട്, അങ്ങനെ ഓരോ കാറ്റഗറിയിലും ടോട്ടൽ എടുപ്പുണ്ട്. ഫസ്റ്റ് നീഡ്സിൽ ടോട്ടൽ 37,000. അപ്പൊ അവിടെ ആ 50 കൃത്യം വരുന്നില്ല, ചിലപ്പോൾ 60ലേക്ക് കയറിപ്പോവും കാര്യം ഇങ്ങനെയുള്ളൊക്കെ വരുമ്പോൾ. അപ്പൊ ബാക്കി എമർജൻസിയിൽ എത്രയാണ് 15,000 ഉള്ളൂ. അതുകൂടാതെ സേവിങ്സിലേക്ക് വരുമ്പോഴേക്കും ഒരു 12,000 രൂപയുണ്ട്. അവിടെ ടോട്ടൽ ഉണ്ട്. അങ്ങനെ അതിൻ്റെ ആണ്. അപ്പൊ അത് വീണ്ടും ഞാൻ ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? അതിന്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത, ആക്ച്വൽസുമായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത, അപ്പോഴാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ആക്ച്വൽസായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലിയർ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റും. 2 മാസത്തെ 3 മാസത്തെ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഫ്യൂച്ചറിലേക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ പ്രസന്റ് നീഡ്സ്, ഫ്യൂച്ചർ നീഡ്സ് ഒക്കെ അതിനകത്ത് വരണം. ഇത് മോഡിഫൈ എന്ന് പറഞ്ഞിട്ടൊരു ആളാണ്. എൻ്റെ മൂത്ത മോനും എൻ്റെ പെങ്ങളുടെ മോനൊക്കെ ഇതിനകത്താണ് ചെയ്യണത്. ഇതിപ്പോ അവന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പെങ്ങളുടെ കുട്ടിയുടെ ചെറിയൊരു അവൻ അയച്ചു തരാൻ പറഞ്ഞിട്ട് എനിക്ക് ഇതിനകത്ത് കയറി എൻ്റർ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഈ ഡിസംബറിലെ കുറച്ച് ദിവസമാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അവിടെ ഇൻകത്തിന്റെ ഒരു സൈഡ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ പറ്റും. എക്സ്പെൻസിന്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ ഹൗസിങ് നമ്മളുടെ നീഡില്ലേ, സാധാരണ ഫുഡ് കുന്നുകൊടുത്ത് അങ്ങനെയൊക്കെ ഉള്ളവരാണ്. ഇപ്പൊ കാർ അവനില്ലാത്തതുകൊണ്ട് അവിടെ വന്നിട്ടില്ല. പുറത്ത് ഡൈനിങ് വന്നിട്ടുണ്ട്. പെറ്റും അതുപോലെ തന്നെ ഗാർഡനിങ് ഒക്കെ നല്ല ഇഷ്ടമുള്ളവരാണ്. പെറ്റും ഗാർഡൻ അങ്ങനെയുള്ള കുറേ പേരാണ്. അപ്പൊ ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ്, ഡ്രസ്സ്, ക്ലോത്തിങ്ങിലൊന്നും വന്നിട്ടില്ല. അപ്പൊ അത് കൃത്യം അതിന്റെ ബാലൻസ് അടക്കം ഈ ബാലൻസ് ഈ കിടക്കുന്ന സ്പെൻഡ് ചെയ്തേക്കുന്നതും ബാലൻസ് കൃത്യമായിട്ട് വരും. അതിവിടെ വരുത്താൻ പറ്റുന്നുണ്ട്. ബാക്കി കൂടി കാണിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്റെ അടിവശം കൂടി ഒന്ന് കാണിക്കാൻ നോക്കായിരുന്നു. ഇല്ല, പോട്ടെ. അപ്പൊ ഇവിടെ അത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ മോഡിഫൈ എന്ന് പറയുന്നത് ഒരു ഫ്രീ വെർഷൻ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ 2,600 രൂപ പൈസ കൊടുക്കേണ്ടി വരുമായിരുന്നു. ഫ്രീ വെർഷൻ ഉണ്ട് അതിനകത്ത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സിമ്പിൾ ഞാൻ നേരത്തെ കാണിച്ചാണ്, എക്സൽ ചുമ്മാ ഒരു പുസ്തകം എടുക്കുക, അല്ലെങ്കിൽ എക്സൽ ഷീറ്റ് എടുക്കുക, ഇടത്ത വശത്ത് 1 തൊട്ട് 31 വരെ എഴുതുക, വലത്ത വശത്ത് എല്ലാം എഴുതുക. അവസാനം ഫുഡിന്റെ ഓരോ എമൗണ്ട് എഴുതണ്ട. ഒരു ദിവസത്തെ ഇപ്പൊ കൂടുതലും ഗൂഗിൾ പേ ആണല്ലോ, അതിനകത്ത് നോക്കിയാൽ പെട്ടെന്ന് അറിയാം, ഫുഡിന്റെ മൊത്തം അറിയാം. പിന്നെ ട്രാവലിംഗ് ഒന്നിച്ച് ഒറ്റ എമൗണ്ട് എഴുതി ഒരു ദിവസത്തെ. അങ്ങനെ ഒരു 3-4-5 ഫിയറേ കാണുള്ളൂ. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, ഒരു കൺസെപ്റ്റ് ചോദിക്കുന്നത്, സേവ് ചെയ്യുന്നത് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ ചെലവും ഈ കുന്ത ലോണൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടല്ലേ ബാക്കി പൈസ ഉണ്ടെങ്കിലല്ലേ സേവ് ചെയ്യണത്? ആണോ? പിന്നെ എന്ത് ചെയ്യണം? ടോട്ടൽ ഇൻകത്തിന്റെ ആദ്യം കിട്ടുന്ന വരുമാനത്തിന്റെ 30%, 20%. 20 ഉള്ള ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് 30-40 വരെ കയറാം. അപ്പൊ 2-3 ലക്ഷം രൂപ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ അവര് നെറ്റ്വർത്ത് കൂട്ടിക്കൊണ്ടിരിക്കും. കുറവുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ 10% കിട്ടിയെന്നിരിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർക്ക് ലോണും കുന്തം പൊടിച്ചൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടേക്ക് എത്തില്ല. അപ്പൊ 40,000, 2 ചെറിയ കമ്പനിയിൽ ജോലിയുള്ള 2 പേരാണെങ്കിൽ 40,000 ഉണ്ടെങ്കിൽ അവർക്ക് 20% സേവ് ചെയ്യാൻ പറ്റിയിരിക്കില്ല. പക്ഷെ മിനിമം 10% എങ്കിലും മിനിമം സേവ് ചെയ്യണം. 10, 15, 20, 25. അപ്പൊ ഇവിടെ പറയാണ്, വാരൻ ബഫറ്റ് ഏറ്റവും വലിയ സാമ്പത്തികത്തിന്റെ പിതാവാന്ന് അറിയാലോ. ഡോണ്ട് സേവ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സ്പെൻഡിങ്. പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത്, ഇതെല്ലാം കഴിയട്ടെ ബാക്കി ഉണ്ടെങ്കിൽ സേവ് ചെയ്യാവുന്നതാണ്. അങ്ങനെയല്ല. സ്പെൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സേവിങ്. ആദ്യം 10% ചെയ്യുക. അത് നിങ്ങളുടെ സാമ്പത്തിക അനുസരിച്ച് നേരത്തെ തീരുമാനിക്കേണ്ട 10 ആണോ 20 ആണോ 30 ആണോ എന്നുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് കൃത്യം 50, 30, 20 എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ബേസ് പറഞ്ഞുള്ളൂ. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, അത് സാമ്പത്തിക അനുസരിച്ച് 60, 15 ആവാം, അല്ലെങ്കിൽ 70, 15 ആവാം, അല്ലെങ്കിൽ കൂടുതൽ പൈസ ഉള്ളവർക്ക് മുഴുവൻ 50 പോകണമെന്നില്ല. അവിടെ ചിലപ്പോൾ 30 ചിലവാകുള്ളൂ. അവരൊരു 50 കൊണ്ടുപോയിട്ട് എന്ത് പറ്റും? നെറ്റ്വർക്ക് കൂട്ടിയിട്ട് അവരുടെ സേവിങ് കൂട്ടി വേറെ ഇൻകം ജനറേഷൻ പ്രോഗ്രാം അവർ ചെയ്യും. അവിടെ ഒരു ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. പൈസ തിരിച്ചടയ്ക്കാൻ പറ്റും, റെന്റൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, വീണ്ടും മുമ്പോട്ട് പോവാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റിവ്യൂ ആൻഡ് റീഅറേഞ്ച് ദ ബഡ്ജറ്റ്. നമ്മൾ ആ ബഡ്ജറ്റിന്റെ നേരെ റൈറ്റ് സൈഡിൽ 2 കോളോട്ട് ആക്ച്വലി ഡിഫറൻസ് നോക്കിയിട്ട് അതിനൊന്ന് റിവ്യൂ ചെയ്ത് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് എവിടെയും കൂടിപ്പോയേ കുറഞ്ഞു പോയേ, അപ്പൊ കുറയ്ക്കണം, അപ്പൊ ഡൈനിങ് കുറയ്ക്കണം. നേരത്തെ പറഞ്ഞ പോലെ ബേക്കറിയും ആ ഫുഡിന്റെ അവിടെ നിങ്ങൾ തിരിച്ചെഴുതി കഴിഞ്ഞാൽ നോൺ വേറെ ബേക്കറി ഫുഡ്, വെജിറ്റബിൾ ഫുഡ്സ്, അങ്ങനെ ഒരു 4 ഘട്ടമായിട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ മെച്ചെന്ന് വെച്ചാൽ നോണോ എന്തെങ്കിലും കൂടി പോയിട്ടുണ്ടെങ്കിൽ അച്ചുകൂടി ഒന്ന് കുറയ്ക്കാം. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ റിവ്യൂ ദ ബഡ്ജറ്റ് വിത്ത് ആക്ച്വൽസ് മന്ത്ലി, ക്വാർട്ടർലി. അങ്ങനെ എന്തെങ്കിലും കുറവ് ഡിസ്പാരിറ്റീസ് ഉണ്ടെങ്കിൽ റീഫ്രെയിം ദ ബഡ്ജറ്റ്. കാരണം നമ്മൾ പറയുമല്ലോ,
അൺഅച്ചീവബിൾ ഗോളാണെങ്കിൽ സ്മാർട്ട് ഗോൾസിന്റെ കൃത്യമായത് ഇവിടെ ഉണ്ട്, സ്പെസിഫൈ ആയിരിക്കണം, ടൈം ഔട്ട് ആയിരിക്കണം, അതെല്ലാം ഇവിടെ ബാധകമാണ്. അപ്പൊ അൺഅച്ചീവബിൾ ആണെങ്കിൽ, റീച്ചബിൾ അല്ലെങ്കിൽ അതിനെ വീണ്ടും ഒന്ന് റീഫ്രെയിം ചെയ്യണം. ഇൻകം എങ്ങനെയാണ് ഇവിടെ ഭയങ്കര പ്രശ്നം കേട്ടോ. ഇൻകം എങ്ങനെ ഷെയർ ചെയ്യും എന്നുള്ളതാണ്. ഞാനും എൻ്റെ ഭാര്യയും 10-30 വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു നേരെ കിട്ടുന്ന പൈസ രണ്ടുപേരും ഞങ്ങളുടെ ആൾമാരെ കൊടുത്തു ജോയിന്റ് അക്കൗണ്ട്സ്. ജോയിന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭാര്യ ഭർത്താവ് കൂടി ജോയിന്റ് അക്കൗണ്ട് ചേരുന്നതല്ലാണ്. ഞങ്ങൾക്ക് ജോയിന്റ് അക്കൗണ്ട് ഉണ്ടായി. പക്ഷെ ആദ്യ കാലങ്ങളിലൊക്കെ ഇങ്ങനെ ബാങ്ക് ട്രാൻസാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ബാങ്കിൽ അളമാരിൽ ഞങ്ങളുടെ അളമാരി കൊണ്ടുവന്ന് ഒരുമിച്ച് വയ്ക്കും. രണ്ടുപേര് കളിക്കും. കുട്ടികൾക്ക് അടക്കം എടുക്കാവുന്ന ഒരു 1000 റുപ്പീസിന്റെ അടുത്തുള്ള അക്കൗണ്ടുകൾ കാണുന്ന രീതിയിൽ കാണുന്നിടത്ത് വയ്ക്കും. പക്ഷെ ഇന്ന് വരെ അവർ അനാവശ്യമായിട്ട് പറയാതെ എടുത്തുകൊണ്ട് പോയിട്ടില്ല എന്നാണ് സത്യം. ഓപ്പൺ ആയിട്ട് വെച്ച് ഇതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി എടുക്കാം. അത് ഞങ്ങളുടെ പ്രൈം ടൈം എന്ന് പറയും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അരമണിക്കൂർ ഒരുമിച്ചിരിക്കുന്ന ഒരു പ്രൈം ടൈം ഉണ്ട്. ഫാമിലി ബോണ്ടിന് പറ്റിയ സമയമാണ്. അവിടെ ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഈ ഫിനാൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അവിടെ ഇത് പ്രീ മാരിറ്റലായതുകൊണ്ട് കുട്ടികളിലേക്ക് ഞാൻ കയറുന്നില്ല. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട സംഗതി ഒന്ന്, രണ്ടുപേരുടെയും ഫുൾ പൈസ ഒരുമിച്ച് ഒരു ജോയിന്റ് അക്കൗണ്ടിലേക്ക് ഇടുന്നതാണ്. അവിടെ കുറച്ച് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും അത്യാവശ്യം രൂപയൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനെ ചോദിക്കാൻ നടക്കണം. അതിന് രണ്ടുപേർക്കും ഡ്രോ ചെയ്യാം. അവിടെ മറ്റൊന്നാണ് പ്രപ്പോർഷണൽ മെത്തേഡ്. ഒരാൾക്ക് 1,00,000 രൂപ, ഒരാൾക്ക് 50,000 ആണെങ്കിൽ അവരുടെ പ്രപ്പോർഷൻ അനുസരിച്ചിട്ട് കൂടുതലുള്ള ആൾ ഒരു 70% കൂടുതൽ എടുക്കുന്നു, മറ്റേ ആളുടെയും ഇതുപോലെ ഒരു എടുക്കും, കുറച്ച് ബാക്കി വെച്ചെടുക്കുന്നു. കാരണം പേഴ്സണൽ ലേഡീസിനാണെങ്കിലും കുറേ പേഴ്സണൽ കാര്യങ്ങൾ, പേഴ്സണൽ ഗ്രോത്ത് ലേഡീസിന് അറിയാം. നമുക്ക് ഒത്തിരി പേഴ്സണൽ കാര്യങ്ങൾ കോമൺ അല്ലാതെ വരുന്ന നോളജ് ഒക്കെ വരെ ഉണ്ടാവും. ചിലപ്പോൾ ജിമ്മിൽ പോകണം, അങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും. കോമൺ ആയിട്ട് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിന് മാറ്റി വെച്ച് പേഴ്സണലിനും കൂടി എപ്പോഴും ചോദിക്കേണ്ടി വരാതെ, വഴക്കുണ്ടാക്കേണ്ടി വരാതെ, തർക്കത്തിനിടവരാത്ത ഉള്ളതാണ് ഹൈബ്രിഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ. അത് വേറൊരു മെത്തേഡാണ്. ജോയിന്റ് അക്കൗണ്ട് ആണ് നിർബന്ധം കേട്ടോ. ജോയിന്റ് അക്കൗണ്ട് നിർബന്ധം. അവിടെ ചെയ്യണതെന്ന് വെച്ചാൽ രണ്ടുപേരും എന്ത് പണിയെന്ന് വെച്ചാൽ ഒരു 10,000 വെച്ച് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് പൈസയുടെ എനിക്കനുസരിച്ചാട്ടോ. അതെല്ലാം ഈ 50,000 എല്ലാം നമ്മുടെ വരുമാനം അനുസരിച്ചാണ്. രണ്ടുപേരും ഒരു പൈസ അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഇട്ട് ബാക്കിയുള്ള പൈസ ഈ ജോയിന്റ് അക്കൗണ്ടിൽ ഇട്ടിട്ട് എടുക്കണമെന്നൊക്കെ പറയാൻ നടക്കാത്ത കാര്യം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു 10,000 വെച്ച് രണ്ടുപേരും കീപ്പ് ചെയ്യുന്നു. ബാക്കി പൈസ കോമൺ പൂളിൽ വെച്ചിട്ട് ആ കോമൺ പൂളിൽ ഇട്ട് ചെലവാക്കാമല്ലോ. ആ 20% 30% കൂടുതൽ പൈസ അനുസരിച്ച് അവിടെ കോമൺ സേവിങ് ഉണ്ട്, ലോങ് ടൈം ഗോൾസിനുണ്ട്, ഒക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പോവാണ്. ചിലപ്പോൾ നമുക്ക് വീടുള്ള ആളായിരിക്കും. അപ്പം എന്തുകൊണ്ട് വെച്ചാൽ വേറെ ഇച്ചിരി സ്ഥലം മേടിച്ച് ഒരു കെട്ടിടം പണിത് റെന്റിന് കൊടുക്കുന്ന പരിപാടിയിലേക്ക് കിടക്കും. അങ്ങനെ കുറെ, അതാണ് സമ്പന്നൻ എപ്പോഴും സമ്പന്നനായി പോണതിന്റെ കാരണം എന്താണ്? വെൽത്ത് ജനറേറ്റിംഗ് മാർഗങ്ങൾ ഉപയോഗിക്കും. മറ്റവർ എന്തെവിടെ വെച്ചാൽ എപ്പോഴും പൈസ കംപ്ലീറ്റ് കംപ്ലീറ്റ് തീർത്തങ്ങ് പോകും. ഈ 10% ഏറ്റവും കുറഞ്ഞ ശമ്പളം കിട്ടുന്നത് 10 മാറ്റി വെച്ചിട്ട് അതിനനുസരിച്ച് പോയി കഴിയുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് അത് നേടാനായിട്ട് സാധിക്കും. പേടിക്കേണ്ട ഒരു അത്യാവശ്യം കപ്പിൾ ഹു ബഡ്ജറ്റ് ടുഗദർ സ്റ്റേ ടുഗദർ ആൻഡ് പ്രോസ്പർ ടുഗദർ. കപ്പിൾ ഹു ബഡ്ജറ്റ് ടുഗദർ സ്റ്റേ ടുഗദർ ആൻഡ് പ്രോസ്പർ ടുഗദർ. ഓക്കെ. അപ്പൊ വീണ്ടും അതുപോലെ തന്നെ ഡിസ്ക്ലട്ടറിങ് ടു സേവ്. ഈ അതാണ് ഇൻകം കൂട്ടാനും ശ്രമിക്കണം ഏതെങ്കിലും മെത്തേഡിലൂടെ. നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും, എന്ത് ചെയ്ത് അവിടെ കെട്ടിപ്പൂട്ടി വെച്ചാണ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ പറയുന്നതാണ് ഡിക്ലട്ടറിങ് ടു സേവ്. നമ്മളുടെ അൺയൂസ് സാധനങ്ങളൊക്കെ വിറ്റ് അവിടെ ആവശ്യമില്ലാതെ, അതേസമയം ഉപകാരമില്ലാത്ത നല്ല സാധനങ്ങൾ ഇരിപ്പുണ്ടാവും ഇഷ്ടം പോലെ, അതൊക്കെ വിൽക്കാൻ സാധിക്കണം. ഏതായാലും നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യണം. ട്രാൻസ്പെറൻസി ഉണ്ടാവണം. സമയം അതിക്രമിച്ചിരിക്കുന്നു. ട്രാൻസ്പെറൻസി ഉണ്ടാവണം. അവരുടെ നെറ്റ്വർത്ത് ഇടയ്ക്ക് നോക്കണതല്ല കേട്ടോ. ഇപ്പം നമ്മൾ നെറ്റ്വർത്ത് എത്രയുണ്ട്, കോമൺ പൂൾ ചെയ്ത നെറ്റ്വർത്ത് ഉണ്ട്, ആ നെറ്റ്വർത്ത് എത്ര കയറിക്കൊണ്ടിരിക്കുന്നതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വീണ്ടും ചെയ്യാനായിട്ട് കൂടുതൽ കിട്ടും. അതുവഴി ഇൻകം ജനറേറ്റിംഗ് സോഴ്സ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് നല്ലൊരു ഇത് കിട്ടും. നമ്മളുടെ ഓരോ മൈൽ സ്റ്റോണിലും എനിക്കൊക്കെ ഒത്തിരി മെച്ചമായിരുന്നു. ഞാൻ സീറോയിൽ തുടങ്ങിയ ആളായിരുന്നപ്പോഴും ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇങ്ങനത്തെ SIPs ഒക്കെ ഉള്ളതാണ്. ഓരോ മൈൽ സ്റ്റോണിലും എനിക്ക് എടുക്കാവുന്ന ഫണ്ടുകൾ ഇങ്ങനെ ഒരു 1/2 ഡസൻ ഇൻഷുറൻസും SIP ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചതുകൊണ്ട് ഇഷ്ടം പോലെ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. വളരെ ഈസി ആയിട്ട്, ടെൻഷൻ ഇല്ലാതെ, സ്ട്രെസ് ഇല്ലാതെ, ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കാൻ പറയുന്നുണ്ട്. ഇതാണോ ലാസ്റ്റ് സ്ലൈഡ്? ഇതാണ് കപ്പിൾ ഹു ബഡ്ജറ്റ് ടുഗദർ സ്റ്റേ ടുഗദർ ആൻഡ് പ്രോസ്പർ ടുഗദർ.
ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി നല്ല മനപ്പൊരുത്തത്തിന്റെ ഒപ്പം തന്നെ പണപ്പൊരുത്തം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം വളരെ നല്ല പ്രോസ്പെരിറ്റിയിലേക്ക് ഉണ്ടാകാൻ പറ്റും. ഹാപ്പി ആയിരിക്കും, ജോയ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ നിങ്ങൾക്ക്. സാറേ സാറേ 50-30-20 സ്ലൈഡ് കൂടെ കാണിക്കാൻ പറയണ്ടേ? ഫിഫ്റ്റി 30-20 രണ്ടാമത്തെ ഒന്ന് കാണിക്കണേ സാർ. ഏത് ഇപ്പൊ കാണിച്ചതാ? അല്ലല്ല, തുടക്കത്തിലെ കഴിഞ്ഞ രണ്ടാമത്തെ. ഇതാണോ ഓപ്പണിംഗ് ക്വസ്റ്റ്യനല്ലോ? ഇതാണോ? അല്ല, ഇതും ഓപ്പണിംഗ് ക്വസ്റ്റ്യനും ഒക്കെ കഴിഞ്ഞിട്ട്. ബിൽഡ് യുവർ ഫ്യൂച്ചർ ടുഗദർ, അല്ലല്ല, ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞു. കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി അബൌട്ട് യുവർ ഫ്യൂച്ചർ, ഇതാണോ ഇതിന്റെ അപ്പുറത്തെ. അടുത്തത്? ഡിസൈനിങ് യുവർ ജോയിന്റ് ബഡ്ജറ്റ്, ഗാദർ ഇൻഫർമേഷൻ, പ്രസന്റ് ഇൻകം സോഴ്സ് ഓഫ് പാർട്ട്നേഴ്സ്, പ്രസന്റ് നെറ്റ്വർത്ത് പരസ്പരം അറിഞ്ഞിരിക്കണം, ട്രാൻസ്പെറൻസിയുടെ ഭാഗമാണ്. നോട്ട് ഡൗൺ ഫാമിലി എക്സ്പെൻസസ്, ഐഡന്റിഫൈ ഫിനാൻഷ്യൽ ഗോൾസ് ആൻഡ് പ്രയോറിറ്റീസ്. ഇതാണ് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ബഡ്ജറ്റിലേക്ക് പോകുന്നത്. മതിയാ? ഇതിന്റെ തൊട്ടപ്പുറത്തെ ഒന്ന് കാണിച്ചേ. അടുത്തതാണോ? നെക്സ്റ്റ് ആണോ? കാറ്റഗറൈസ് എസെൻഷ്യൽ എക്സ്പെൻസും നോൺ എസെൻഷ്യലും ഒക്കെ എഴുതി വെക്കണം. സേവിങ്സ്, ഡെപ്റ്റ് പേയ്മെന്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഹൗസിംഗ് ലോൺ, ക്രെഡിറ്റ് കാർഡ്. ഇപ്പൊ ക്രെഡിറ്റ് കാർഡൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അതിന് ആ കഥ പറഞ്ഞതിൻ്റെ ഉള്ളിൽ ഞാൻ കൺസെപ്റ്റ്സ് പറഞ്ഞായിരുന്നു. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് 16-18% ലോൺ എടുക്കുന്നതിന് വരെ നിങ്ങളുടെ ഗോൾഡ് കൊണ്ട് വെച്ച് 4% അഗ്രികൾച്ചർ ലോൺ, 6% അല്ലാത്ത ലോണൊക്കെ കിട്ടും. അപ്പൊ അത്യാവശ്യങ്ങൾക്ക് പലരും വെറുതെ ക്രെഡിറ്റ് കാർഡ് പൈസ കിട്ടും എന്നുള്ളത് കൊണ്ട് പിന്നെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, 2 ലക്ഷം സാങ്ഷൻ. അയ്യോ, 2 ലക്ഷം സാങ്ഷൻ ആയിരിക്കണേണ്. എന്ത് ചെയ്യും? ഓടിപ്പോയി ആവശ്യമില്ലാത്ത സാധനമൊക്കെ മേടിച്ച് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടിരിക്കും. അവസാനം കടക്കണിയിൽ പെടുന്ന കാര്യമൊക്കെ ഉണ്ട് ഇവിടെ. അവിടെയാണ് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം ആർഭാടൊക്കെ മനസ്സിലാക്കുന്നത്. മതിയോ? ഇനി അടുത്തുണ്ടോ? ഇതാണോ? ഇതാണ് അതിന്റെ ബേസ്. ഈ 15-30-20 നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നത് ഇന്റർനാഷണൽ റൂളാണെങ്കിലും ഞാൻ പറഞ്ഞു വളരെ കുറച്ച് ശമ്പളമുള്ളവർക്ക് ഈ 50% ചെലവ് കഴിയില്ല. അപ്പൊ അവർ ചിലപ്പോൾ 70-10-20 ആക്കാം, 70-15-5 ആക്കേണ്ടി വരും കേട്ടോ. അതേസമയം 5-6 ലക്ഷം ഷിപ്പ് മറൈൻ എഞ്ചിന് വലിയ പൈസ ഉള്ളവരാണെങ്കിൽ എന്ത് പറ്റും? അവിടെ ഈ 50-ന്റെ ഒട്ടും ആവശ്യം വരില്ല. അവിടെ ഒരു 30-ലേക്ക് പോയിട്ട് ഇവിടേക്ക് കൊടുത്ത് 50 കൊണ്ടുപോയിട്ട് ഇൻകം ജനറേറ്റിംഗ് കാര്യങ്ങളിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയാണ് സമ്പന്നർ വീണ്ടും സമ്പന്നരാകുന്നത്. മതിയാ? ഫാമിലി ബഡ്ജറ്റ് അതിന്റെ അടിയിലാണോ? മുകളിലായിരുന്നോ അടിയിലായിരുന്നോ? ഇതല്ലല്ലോ. അത് കഴിഞ്ഞു. ഇതാണോ? അല്ലല്ലോ, അത് ഇവാലുവേഷൻ ആണ്, റിവ്യൂ. ഏതോ ഉദ്ദേശിച്ചേ? അതുപോലെ ഫാമിലി ബഡ്ജറ്റ് ഇല്ല, സാലറി ഇത്ര, എക്സ്പെൻസ് ഇത്ര, കണക്ക് എഴുതിക്കൊണ്ട് ഇത് ഇതല്ലേ ഫാമിലി ബഡ്ജറ്റിന്റെ. അപ്പൊ ആദ്യത്തെ ഫാമിലി 50% അല്ലേ വേണ്ട? അതല്ല സാറേ, അല്ലാതെ മൊത്തത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഫാമിലി ബഡ്ജറ്റ് മൊത്തത്തിൽ എഴുതിയിട്ടുണ്ട്. ഓ, ഞാൻ വെറുതെ റഫായിട്ട് ഉണ്ടാക്കിയതല്ലേ? ഇതല്ലേ? ഇതാണോ ഉദ്ദേശിച്ചേ? ഈ ബഡ്ജറ്റ് ആണോ? ജോസാറെ, നമ്മൾ ഈ സ്ലൈഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണല്ലേ? എന്നാ ഷെയർ ചെയ്തേക്കാം, കുഴപ്പമില്ല. ഇതല്ലേ ഫാമിലി ബഡ്ജറ്റ് ഉദ്ദേശിച്ചേ? ഞാനൊരു റഫ് എഴുതിയേക്കണാണ്. നിങ്ങളുടെയൊക്കെ വരുമ്പോഴേക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ
കയറി വരും കേട്ടോ. അവരവന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ് ബഡ്ജറ്റ് ഉണ്ടാകുന്നത്. ഒരു മോഡൽ മാത്രമാണ്. സാർ ഓർഡിനറി എല്ലാം എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ഒന്ന് സ്ലൈഡ് ഷെയർ ചെയ്തെന്നാൽ സൗകര്യമായിരുന്നു. ഷെയർ ചെയ്യാം. താങ്ക് യു. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സേവിങ്സ് എന്തെങ്കിലും ഡൗട്ട്? എല്ലാ സ്ലൈഡുകളും ഷെയർ ചെയ്യോ? എങ്ങനെയാ? എല്ലാ സ്ലൈഡും ഷെയർ ചെയ്യാം. മൊത്തം തന്നേക്കാം, കുഴപ്പമില്ല. ഒത്തിരി പാടുപെട്ട് ഉണ്ടാക്കിയതാണെങ്കിലും കുഴപ്പമില്ല. കൊറേ എഴുതിയിട്ടുണ്ട്, എന്നാലും എവിടെയെങ്കിലൊക്കെ ഗ്യാപ്പ് വന്നെങ്കിൽ. സാറ് ഒരു കണ്ണ് തുറക്കുന്ന ക്ലാസ് ആയിരുന്നു. യെസ്. കാരണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ടി വി കേടായിപ്പോയി. അപ്പൊ വലിയ ടി വി ഉണ്ട് കേട്ടോ, ഒരു വലിയ ടി വി മുകളിൽ എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ഉണ്ട്. അപ്പൊ ഈ പ്രയോറിറ്റിയുടെ കാര്യം പറയുവാണ്. അപ്പൊ എൻ്റെ മോൻ പറഞ്ഞു, അയ്യോ എന്താണ് വേൾഡ് കപ്പോ എന്തൊക്കെ നടക്കുന്നത്, ഫുട്ബോളറാണ്. അയ്യോ അപ്പൊ ഞാനപ്പോ കാണണം, എനിക്ക് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ശരി, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ, അത്യാവശ്യമാണെന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ മേടിച്ചോ, കുഴപ്പമില്ല. പൈസ തരാം. ചെറിയ ടി വി ആണല്ലോ, 25,000 രൂപയുടെ താഴെ വരുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പോൾ ഉടനെ അവൻ പറയണം, അയ്യോ എനിക്ക് ലൈസൻസ് എടുക്കാൻ പോകണം, അതിന് 500,000 രൂപ വരും, പഞ്ചാബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി എടുക്കണം ഈ ഫുട്ബോളിന്റെ ലൈസൻസ് ഏഷ്യൻ. അപ്പോൾ അതിന് പകുതി കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ അത് വേണ്ടി വരും. അന്നപ്പേ പ്രയോറിറ്റി അതാണ്, അത് വേണ്ട, ഞാൻ മോളിൽ പോയി കണ്ടോ. കണ്ടോ, പ്രയോറിറ്റൈസ് ചെയ്തതിന് നീട്ടി വെക്കാണ് നമ്മൾ. ആ നീട്ടി വെക്കുന്ന കാര്യം പറഞ്ഞില്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു മതിയോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. SIP ഒക്കെ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? SIP ചെയ്യാനായിട്ട് നമുക്ക് ശരിക്കും ഓൺലൈനിൽ ചെയ്യാം. മക്കളൊക്കെ പറയുന്നതാണെങ്കിൽ ഓൺലൈനിൽ തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഏജൻസി, ബാങ്കുകളിൽ കൂടെ ചെയ്യാൻ പറ്റും, ഏജൻസി കൂടെ ചെയ്യാൻ പറ്റും, പല രീതിയിലും ചെയ്യാം. ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്മീഷൻസ് കുറവായിരിക്കും. ഈ എന്താണ് ഡിജിറ്റലൊക്കെ ചെയ്യുന്ന പിള്ളേരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സൈറ്റിൽ കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട്. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ 2-3 പറഞ്ഞായിരുന്നു, ആദിത്യ ബിർള, ഫ്രാങ്ക്ലിൻ, ഏറ്റവും ബെസ്റ്റ് SIP മ്യൂച്വൽ ഫണ്ട് അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്കും അതിനകത്ത് വരും 20-25% ഇൻകം. പക്ഷെ അത് ഒരു കൊല്ലം കൊണ്ടുപോയി എടുക്കാൻ പറ്റുന്നതല്ല എന്ന് പ്രത്യേകം പറയാണ്. ഒരു മിനിമം 3 ഇയർ 4 ഇയർ ഒക്കെ കിടക്കണം ഇവിടെ. ഇപ്പോൾ ഒരു 15% തൊട്ട് 25% ഇടയിൽ അതിന് താഴെ പോവാത്ത രീതിയിൽ കിട്ടുന്ന നല്ല ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ അത് ഡിജിറ്റൽ ലിറ്ററസി ഉള്ള മക്കളാണെങ്കിൽ അവർ ചെയ്തു തരും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ബാങ്കിൽ നിന്ന് ചെയ്തു തരും. അതുമല്ലെങ്കിൽ അതുപോലെ പോരാ, ഈ പറയുന്ന പോലെ ഏജൻസ് ഇവിടെ ചെയ്തു തരാൻ പറ്റും. ഓക്കെ, പിന്നെ വിളിച്ചാൽ മതി, പറഞ്ഞുതരാം. സാറേ PO പോലെ ETC എന്താ സാറേ? ETC അവിടെ എഴുതിണ്ടായിരുന്നു ETC എന്ന് പറഞ്ഞാൽ എക്സെട്രാ എഴുതിയതല്ലേ? എവിടെ എഴുതുന്നത്? പിന്നെ PPF ഉണ്ട് കേട്ടോ. ഇപ്പൊ ഗവൺമെന്റ് ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിൽ ചേരാം കേട്ടോ. ETC ഞാൻ എവിടെ കണ്ടത്? സാറേ POയുടെ അപ്പുറത്ത് ETC എന്ന് വലിയ അക്ഷരത്തിൽ എഴുതാം. അതുകൊണ്ട് സംശയം വന്നു. SIP, FD, PO പിന്നെ ETC എന്ന് എഴുതിയിരുന്നു വലിയ അക്ഷരത്തിൽ തന്നെ. അത് ഞാൻ ETC എന്നാണോ? അത് ടേം ഇൻഷുറൻസ് ETC എക്സെട്രാ എന്നാണ്. ഈ ETC പോസ്റ്റ് ഓഫീസാണ്. ഇവിടെ കുറെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. SIP, FD, പോസ്റ്റ് ഓഫീസ്, പിന്നെ കുറെ ഉണ്ടെന്ന് പറയായിരുന്നു. ഞാൻ കുറച്ചെണ്ണം മാത്രം ഇട്ടുള്ളൂ എന്ന് എഴുതാണ്. ഇപ്പൊ പൈസ ഉള്ളവരാണെങ്കിൽ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാലോ, മനസ്സിലായോ? ലാൻഡിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യാലോ, ഹൗസിംഗ് റെന്റിന് കൊടുക്കുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ കുറെ പരിപാടികളുണ്ടെന്ന് പറയണം ലോങ് ടൈമിലേക്ക് വയ്ക്കുമ്പോൾ. ഇവിടെ ക്രിപ്റ്റോ കറൻസി ഞാൻ എഴുതാത്തതാണ്, കാരണം അത് കഴിഞ്ഞാൽ പിന്നെ അത് ആൾക്കാർ കൺഫ്യൂഷൻ ആവും. ഷെയർ ഞാൻ എഴുതിയിട്ടില്ല, സ്റ്റോക്ക് മാർക്കറ്റ് ഇവിടെ എഴുതിയിട്ടില്ല. കാരണം ഏറ്റവും പ്രാക്ടിക്കലായ കാര്യം ഇത് SIP, FD, പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്സ്. കാരണം മറ്റേതൊക്കെ സ്കില്ല് വേണം. അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലൊക്കെ ചെയ്യണമെങ്കിൽ നല്ല സ്കില്ലില്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശ് ഏതില പോയിരുന്നത്. എൻ്റെ അടുത്ത് 250ഓളം ക്ലയൻസ് ഉണ്ടായതാണ്. ഭാര്യയുടെ മാല വരെ വിറ്റ് എൻ്റെ അടുത്ത് നിന്ന് തരേണ്ടി വന്നിട്ടുണ്ട്. അത്രയും നഷ്ടം. ഞങ്ങൾ വിൽക്കാൻ പറയുമ്പോൾ ഞങ്ങളുടെ സജഷൻ അവർ കേൾക്കില്ല. അവരുടെ എമോഷൻ അനുസരിച്ചായിരിക്കും ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നോക്കുമ്പോൾ ഇവരുടെ വിഷമം കണ്ടിട്ടാണ് ഞാൻ പിന്നെ അത് നിർത്തിയത്. 10 വർഷം ഷെയർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാം? ഞാൻ പട്ടിക ചെയ്തിട്ടുണ്ടായിട്ടില്ലേ?
ടേം ഇൻഷുറൻസിന്. ഏതാണ്? അതിനകത്ത് LNW എന്ന് ഉദ്ദേശിച്ചെന്താ? എവിടെയായിരുന്നു? LNW ആ ബ്ലൂലെ ഇപ്പൊ കാണിച്ചതിനകത്ത് ആ പട്ടികയില്ലേ? എവിടെ? ഇതിനകത്തോ? ആ ഇതുണ്ട് ലൈറ്റ് ആൻഡ് ഇതിനകത്ത്. വാട്ടർ ആ ഫുഡ്. ചുരുക്കി എഴുതിയ ലൈറ്റ് ആൻഡ് വാട്ടർ സ്ഥലമില്ലാത്തായിരുന്നു. ഓ അങ്ങനെ. ആ ഫുഡ്, ഓക്കെ. ലൈറ്റ് ആൻഡ് വാട്ടർ, ട്രാവൽ, ടോയ്ലറ്ററീസ്, മെഡിക്കൽ, വെഹിക്കിൾ, ടൂർ, ക്ലോത്തിങ്, ഇന്റർനെറ്റ്, റെന്റ്, സാലറി ടു മെയ്ഡ്, ജോലിക്കാരത്തേക്ക്, എന്റർടൈൻമെന്റ്, ഹൗസിംഗ് ലോൺ, FD, EF. EF എന്നിട്ട് എന്താ അറിയാമോ? എമർജൻസി ഫണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓക്കെ ജോലി ഓക്കെ. പോയാൽ 6 മാസത്തിനകം ചില ഇവര് വന്ന് പറയാറുണ്ട് ഇങ്ങനെ, പിള്ളേർ വന്നിട്ട് അയ്യോ ഞങ്ങളുടെ ജോലി പോയെന്ന് പറയും. അപ്പൊ ആ സമയത്ത് അവർക്ക് അടുത്ത 3 മാസത്തേക്ക് നിൽക്കാനുള്ള ഫണ്ട് ഉണ്ടാവില്ല. അത് കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് കഷ്ടപ്പെട്ട് വിഷമിച്ച് ജീവിക്കേണ്ടി വരും. അവിടെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഇതിങ്ങനെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് ഭക്ഷണം കഴിച്ച് സൂപ്പറായിട്ട് നടക്കും. അപ്പൊ ഇവിടെ ആ സമയത്ത് അത് നമുക്ക് ഈ എമർജൻസി ഫണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് എടുക്കാനുള്ള ഒരു ഫണ്ട്. ഇല്ല, FD എന്ന് ഉദ്ദേശിച്ച സാധാരണ ഇതന്നെയാ, ഫിക്സഡ് FD തന്നെയാ? ഡെപ്പോസിറ്റ്. ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ ഉദ്ദേശിക്കേണ്ടത്, ഉദാഹരണം പറഞ്ഞ പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു 8% അടുത്ത് കിട്ടും. സാധാരണ ബാങ്കിൽ 5 to 7% കിട്ടുള്ളൂ. കോപ്പറേറ്റീവ്സിലാണെങ്കിൽ 1% കൂടി കൂടുതൽ കിട്ടും. പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്താം. അതാകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എടുക്കാം FD. ഇപ്പം നിങ്ങൾ ഒരു കൊല്ലത്തേക്ക് ഇട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോൾ എടുക്കാം. അതിൻ്റെ പലിശ കിട്ടില്ലെന്നുള്ളൂ. ഇട്ടതിൻ്റെ മാത്രം 2 മാസത്തെ കണക്ക് കൂട്ടിയിട്ട് അതിനുള്ള പലിശ ആയിരുന്നു. മനസ്സിലായോ? അത് മന്ത്ലിയിലാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ FD കുറഞ്ഞു പോകും. മന്ത്ലി നേരത്തെ കൂട്ടി മേടിക്കണമായിരിക്കരുത്. ഒരു മന്ത്ലി ഒരു 2 കൊല്ലം 5 കൊല്ലത്തേക്ക് FD ഇട്ടിട്ട് മന്ത്ലി പലിശ മേടിച്ചുകൊണ്ട് 6 മാസം കഴിയുമ്പോൾ ക്ലോസ് ചെയ്താൽ കുറച്ച് പൈസ ഓൾറെഡി കൂടുതൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ ആ FD കുറയ്ക്കും. മനസ്സിലായോ? അപ്പം അതിന് പകരം ഒരു 6 മാസത്തേക്ക് FD ഇടാം. അല്ലെങ്കിൽ ലോങ് ടൈം ആണെങ്കിൽ 1 കൊല്ലോ 2 കൊല്ലോ അങ്ങനെ ഇട്ടാണ് കുഴപ്പമില്ല. എമർജൻസി ഫണ്ട് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓക്കെ. അവിടെ കീപ്പ് ചെയ്തിടാം. എപ്പോൾ ആണെങ്കിലും എടുക്കാവുന്ന രീതിയിൽ ഇടാം. അപ്പൊ അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിൽ ഇടരുത് പറയാണ്. ഇൻട്രസ്റ്റ് മുതലിന്റെ കൂടെ തന്നെ വരുന്ന രീതിയിലായിരിക്കണം ഇടേണ്ടത്. 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഇൻട്രസ്റ്റ് മന്ത്ലി കിട്ടുന്നതിന്, ക്വാർട്ടർലി കിട്ടുന്നുണ്ട്. പിന്നെ അവസാനം ഒരുമിച്ച് FD ക്ലോസ് ചെയ്യുമ്പോൾ ഒരുമിച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, ഓക്കെ സർ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഉണ്ടോ? സാർ വളരെ വളരെ നല്ല ഫീഡ്ബാക്ക് ആണ് വന്നിട്ടുള്ളത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഉള്ള രീതിയിലുള്ള ഫീഡ്ബാക്സ് ആണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് തോന്നുന്നു സംശയങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് മനസ്സിലാവും. അപ്പൊ ഒന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള 2 സെഷൻസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. നാളെ നമുക്ക് ക്ലാസ് ഇല്ല, അടുത്ത ദിവസമാണ് ക്ലാസ്. അതിൽ ഇതുപോലെ തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷനാണ് ഉള്ളത്. അപ്പോൾ പ്രവീൺ സാറിന് കൈമാറാണ്. സർ പ്ലീസ്. താങ്ക് യു മാം. ഇന്നത്തെ 2 സെഷനുകളും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ പോലെ നാളെ ഒരു ബ്രേക്കാണ്. നാളെയില്ല, ശനിയാഴ്ച 8 മണി മുതൽ നമ്മുടെ ലാസ്റ്റ് ഡേ സെഷൻസ് ആണ്. 2 ക്ലാസ്സുകൾ. എല്ലാവരും 8 മണിക്ക് തന്നെ എത്തുക. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്സ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അത് ചോദിക്കാവുന്നതാണ്.